നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ചിങ്ങം 1 കൊല്ലവർഷം 1201 ആണ്ട് രോഹിണി നക്ഷത്രമാണിന്ന്. 2025 ഓഗസ്റ്റ് 17 ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് രാഹുകാലം വൈകുന്നേരം 5:04 മുതൽ 6:37 വരെയാണ്. സമഗ്രമായൊരു വാർത്താ ദിനമാണ് ഇന്ന്. വളരെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കാം ആദ്യം. News headlines brought to you by Happy Jacks. Happy keeps everybody happy. ഇന്ന് ചിങ്ങം 1 ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ചിങ്ങപ്പുലരിയെ വരവേറ്റ് മലയാളികൾ. പ്രധാന ക്ഷേത്രങ്ങളിലടക്കം വൻ ഭക്തജനത്തിരക്ക്. ശബരിമലയിൽ വീണ്ടും പോലീസിന്റെ ആചാര ലംഘനം. സന്നിധാനത്ത് സോപാനത്തിന് തൊട്ടരികെ പോലീസ് ഉദ്യോഗസ്ഥൻ ചെരുപ്പിട്ട് കയറി. യൂണിഫോമിൽ ഉദ്യോഗസ്ഥർ ചെരുപ്പിട്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. ജനം ബിഗ് ബ്രേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക വാർത്താ സമ്മേളനം ഇന്ന്. പ്രതിപക്ഷ നേതാവ് രാഹുലിന് മറുപടി നൽകിയേക്കും. വാർത്താ സമ്മേളനം രാഹുലിന്റെ വോട്ട് അധികാർ യാത്ര നടക്കാനിരിക്കെ. ബിജെപി പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന്. എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ. റാപ്പർ വേടനെതിരായ അതിജീവിതയുടെ രഹസ്യമൊഴി അവഗണിച്ച് പോലീസ്. രഹസ്യമൊഴിയുടെ പകർപ്പ് പരിശോധിച്ചുള്ള അന്വേഷണത്തിലും വീഴ്ച. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി. തൃശൂർ ബിജെപി സിറ്റി ജില്ലാ അധ്യക്ഷനെ മർദ്ദിച്ച പോലീസുകാരന് സംരക്ഷണം. ഉന്നത ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം പാർട്ടി നിർദ്ദേശപ്രകാരം. മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് ബിജെപി. സംസ്ഥാനത്ത് ശക്തമായ മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പ്. 7 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ്. അതീവ ജാഗ്രത വേണമെന്ന് KSEB. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചിങ്ങം പിറന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ നമുക്കുണ്ട്. ചിങ്ങം പൊൻചിങ്ങം. ആദ്യം സന്നിധാനത്തേക്കാണ് പോകുന്നത്. ചിങ്ങപ്പുലരിയിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടി ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പമ്പ സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല കീഴ്ശാന്തിമാരുടെയും പമ്പ മേൽശാന്തിയുടെയും നറുക്കെടുപ്പ് ഇന്ന് നടക്കും. മിഥുൻ മുരളി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ചിങ്ങമാസം പിറന്നിരിക്കുകയാണ്. മാത്രവുമല്ല, ചിങ്ങപ്പുലരിയിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടി എത്തുന്നത് നിരവധി ഭക്തരാണ് അല്ലേ? ദേവിക, ഒരു പുതിയ ദിവസങ്ങൾ, വർഷങ്ങൾ, പുതിയ നന്മയുള്ള നാളുകൾ, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി ആ ദിവസങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് ഓരോ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹ സഫലീകരണത്തിൻ്റെ നിമിഷമാണ്. വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ വൈകിട്ടെത്തി കാത്തുനിന്ന് ചിങ്ങപ്പുലരിയിൽ അയ്യപ്പ ദർശനം സാധ്യമാകുന്നതിന് വേണ്ടി കാത്തുനിന്ന ഭക്തരുടെയൊക്കെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന ഭക്തജനത്തിരക്ക് ഇന്ന് പുലർച്ചെയും സന്നിധാനത്ത് തുടരുകയാണ്. നടപ്പന്തലും ഫ്ലൈ ഓവറും എല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കും.
ആഘോഷിക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് കാണുന്നത്. കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞ് അയ്യപ്പന്മാരും എല്ലാം ധാരാളമായി ഈ ചിങ്ങപ്പുലരിയിൽ സന്നിധാനത്തേക്ക് എത്തുന്നു. മലയാളികൾ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെയും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. മഴയാണ്, ശക്തമായ മഴയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ശക്തമായ മഴയാണ് സന്നിധാനത്ത് പെയ്തത്. ശബരിമല പാതയിലും ഇന്നലെ രാവിലെ മുതൽ തന്നെ നിർത്താതെ പെയ്യുന്ന മഴയുണ്ട്. തോരാമഴ എന്ന് പറയാവുന്ന കാലാവസ്ഥ തന്നെയാണ് സന്നിധാനത്തും ശബരിമല പാതയിലും എല്ലാം ഉള്ളത്. പമ്പാ സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പ പരിസരത്ത് ഭക്തജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മല കയറുന്ന ഭക്തജനങ്ങളും ജാഗ്രത മുന്നറിയിപ്പോടുകൂടി നിർദ്ദേശങ്ങളോടുകൂടി തന്നെ മല കയറണം. പലയിടത്തും വഴുക്കൽ അനുഭവപ്പെടുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഭക്തജനങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഈ പ്രതികൂല സാഹചര്യമായതുകൊണ്ട് തന്നെ. എന്നാലും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും മഴയായാലും വെയിലായാലും അയ്യപ്പ ദർശനത്തിന് അതൊന്നും തടസ്സമല്ല എന്ന് പറയുകയാണ് ഭക്തജനങ്ങൾ എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നു. കുഞ്ഞു മാളികപ്പുറങ്ങൾ ധാരാളമായി എത്തുന്നു. കുഞ്ഞു അയ്യപ്പന്മാർ ധാരാളമായി എത്തുന്നു. കുഞ്ഞു അയ്യപ്പന്മാരെയും കുഞ്ഞു മാളികപ്പുറങ്ങളെയും ഒക്കെയായി ഈ മഴയത്ത് കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും അയ്യപ്പസ്വാമിയെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തി നിർഭരമായ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് സന്നിധാനത്ത് നിന്ന് കാണാൻ ഉള്ളത്. ഇന്ന് പ്രത്യേകമായി നടക്കുന്ന ചടങ്ങുകളിൽ ഒന്ന് ശബരിമല കീഴ്ശാന്തിയുടെയും പമ്പ മേൽശാന്തിയുടെയും നറുക്കെടുപ്പാണ്. അത് രാവിലെ 7:30-ക്കാണ് സന്നിധാനത്ത് സോപാനത്തിന് സമീപം ശബരിമല കീഴ്ശാന്തിയുടെ നറുക്കെടുപ്പ് നടക്കുന്നത്. ശരി, ഇന്ന് ചിങ്ങം ആഘോഷിക്കാനായി അല്ലെങ്കിൽ ഇന്ന് ചിങ്ങപ്പുലരിയിൽ ശബരിമലയിലേക്ക് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് എത്തുന്നത് ഭക്തജന തിരക്കാണ്. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലും പമ്പാ സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ശബരിമല കീഴ്ശാന്തിമാരുടെയും പമ്പ മേൽശാന്തിയുടെയും നറുക്കെടുപ്പും ഇന്ന് നടക്കുമെന്നാണ് മിഥുൻ മുരളി ശബരിമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് ചിങ്ങമാണ്. കർക്കിടകത്തിന്റെ സങ്കടം മറന്ന് തിരുവോണത്തെ വരവേൽക്കാനുള്ള തിരക്കിലേക്കാണ് മലയാളിയുടെ ഇനിയുള്ള നാളുകൾ കടക്കുന്നത്. തലസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. ആദ്യം പ്രശാന്തിലേക്ക് എത്തുമ്പോൾ, പ്രശാന്ത്, ചിങ്ങം 1 ഭക്തജന തിരക്ക് കൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നൊരു സ്ഥലം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? വലിയ തിരക്കാണോ അനുഭവപ്പെടുന്നത്? ദേവിക, ചിങ്ങം ഒന്നുകൂടി ആയതോടുകൂടി ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് കൂടുതലാണ്. അല്പസമയം മുമ്പ് വരെ, അതായത് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എല്ലാം തിരക്ക് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ അഭൂതപൂർവമായൊരു തിരക്ക് കൂടിയാണ്. പ്രത്യേകിച്ച് മലയാളികൾ ഈ ചിങ്ങം 1 കൂടി ആയതോടുകൂടി തന്നെ നിരവധി പേരാണ് ഇവിടേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ നമുക്കത് കാണാനും സാധിക്കും. ചിങ്ങമാസം 1-ാം തീയതിയാണ് പൊന്നിൻ ചിങ്ങം പിറന്നിരിക്കുന്നു. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും എല്ലാം ഒരു മാസം കൂടിയാണ്. നമുക്കറിയാം, മലയാള മാസത്തെ സംബന്ധിച്ചിടത്തോളം മലയാള മാസങ്ങളിൽ ഏറ്റവും വർണ്ണാഭമായ മാസം കൂടിയാണ് ഈ ചിങ്ങം 1 എന്ന് പറയുന്നത്. കാരണം ഓണം നമുക്ക് ഏറ്റവും ഹൃദയങ്കരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൃദയപൂർവ്വം വരവേൽക്കുന്നതും നമ്മുടെ സമ്പൽ സമൃദ്ധിയും ഒക്കെ ആഘോഷമാക്കുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം ഈ ഓണത്തെയാണ്. അതുകൊണ്ട് തന്നെ മലയാളികളുടെ ഈ തിരുവോണത്തിൻ്റെ മാസം കൂടിയായതുകൊണ്ട് തന്നെ ചിങ്ങം ഒരു വലിയ വർണ്ണാഭമായൊരു മാസം, പൂക്കളങ്ങളുടെയും പൂവിളികളുടെയും തുമ്പിതുള്ളലിൻ്റെയും എല്ലാം മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വർണ്ണാഭമായ മാസം എന്ന് തന്നെയാണ് ഈ ചിങ്ങത്തെ മലയാളികൾ വിശേഷിപ്പിക്കുന്നത്. പഞ്ഞക്കർക്കിടകം കഴിഞ്ഞ് ആ കർക്കിടകത്തിൻ്റെ ദുഃഖവും ദുരിതവും എല്ലാം മറന്നുകൊണ്ട് മലയാളി ആഘോഷിക്കുന്ന ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാസത്തിന് വലിയ വൈശിഷ്ട്യവും വിശേഷതയും ഒക്കെ ഉണ്ടാകുന്നത് ചിങ്ങമാസത്തിന്. പ്രത്യേകിച്ച് ഈ ചിങ്ങം പിറക്കുന്നതോടുകൂടി തന്നെ മലയാളിയുടെ സ്വത്വബോധത്തിലേക്ക് എഴുന്നേക്കും, അല്ലെങ്കിൽ ഉണർന്നെഴുന്നേക്കും എന്നൊക്കെ നമുക്ക് പറയാം. കാരണം മുണ്ടും ജുബയും ഷർട്ടും ഒക്കെ അണിഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുവാനായാലും ശരി, മറ്റ് കോളേജുകളും സ്കൂളുകളും എല്ലാം പോകുന്ന കുട്ടികളടക്കം നമ്മുടെ പാരമ്പര്യ വേഷവിധാനങ്ങളെല്ലാം ധരിച്ചുകൊണ്ടായിരിക്കും തെരുവോരങ്ങളിലെല്ലാം നമുക്ക് വരെ കാണാൻ കഴിയുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകതകൾ കൂടി ഈ ചിങ്ങമാസത്തിന് നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിനും ധാരാളം ഭക്തരെത്തുന്ന മാസം കൂടിയാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. ചിങ്ങം 1-ാം തീയതി കൂടി ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ നിൽക്കുന്നത് പത്മനാഭസ്വാമിയുടെ തിരുമുമ്പിലാണ്. നമുക്ക് അങ്ങ് അടുത്തേക്ക് പോകാൻ കഴിയാത്തതിൽ ഒരു വലിയ
വിഷമമുണ്ട്. കാരണം സുരക്ഷാ സംവിധാനങ്ങൾ, സുരക്ഷാ പരിശോധനകൾ, അങ്ങനെയൊക്കെ ചില ചിട്ടവട്ടങ്ങൾ, ചില നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ബാരിക്കേഡിന് അവിടെ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവിടേക്ക് പോയിട്ടുള്ളത്, അതാ ക്ഷേത്രത്തിന് സമീപത്തുള്ള, ഗോപുരത്തിന് സമീപത്തുള്ള ദൃശ്യങ്ങൾ അത്ര അടുത്ത് നമുക്ക് കിട്ടാൻ സാധിക്കാത്തത്. എന്നാലും നമ്മൾ പരമാവധി പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങളിലെല്ലാം എത്തിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഈ ഭക്തർ വരുന്നവരുടെ ഒന്നും അഭിപ്രായങ്ങൾ എടുക്കാൻ പോലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. എന്തായാലും വലിയ രീതിയിൽ നമുക്ക് തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്, അതും പാരമ്പര്യ വേഷം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മലയാളികൾ മാത്രമല്ല ഈ പാരമ്പര്യ വേഷം ധരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവരും അങ്ങനെ ഒരു പാരമ്പര്യ വേഷം ധരിച്ച് വേണം ക്ഷേത്ര ദർശനം നടത്താൻ ഉള്ളത് എന്നൊരു നിബന്ധന കൂടി ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഒരു വർണ്ണാഭം കൂടിയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും മറ്റ് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എത്തിയവരെല്ലാവരും മുണ്ടും നേരിയതുമെല്ലാം ചുറ്റി വളരെ ഭംഗിയോടുകൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചിങ്ങമാസം 1-ാം തീയതി കൂടിയായപ്പോൾ മനസ്സിനെ വളരെ സന്തോഷിക്കുകയും ചെയ്യുന്നു. മനസ്സ് വളരെ സന്തോഷം തരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 1-ാം തീയതിയായി ബന്ധപ്പെട്ട് ചില വിശേഷാൽ പൂജകളൊക്കെ ക്ഷേത്രത്തിൽ നിന്നുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മലയാളികളുടെ ഓണം ഈ തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ തിരുവോണത്തെ കൂടി വരവേൽക്കുവാൻ മലയാളി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നാടും നഗരവും ഉണരുന്നു. ഇനി പൂവിളികളുടെയും പൂക്കളമൊരുക്കുന്നതിൻ്റെയും ചിട്ടവട്ടങ്ങളുടെയും ഒക്കെ ഒരു തിരക്കിലേക്ക് മലയാളി കടക്കും. മാത്രമല്ല ആഘോഷങ്ങളുടെ തിരക്കിലേക്ക് കടക്കും. തിടുക്കത്തിൽ തന്നെയാണ് മലയാളികൾ എന്ന് പറയേണ്ടി വരും. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഒരു ആഘോഷ ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. ഇനി കൊച്ചിയിലേക്ക് പോകാം. കൊച്ചി ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ഒപ്പം തളി ക്ഷേത്രത്തിൽ നിന്ന് ശിവദാസ് കന്മനവുമുണ്ട്. ജിജീഷിലേക്ക് പോകുന്നു. ജിജീഷ്, കൊച്ചിയിൽ എങ്ങനെയുണ്ട് ചിങ്ങ പുലരി എന്ന് പറയുന്നത്? കാരണം ഭക്തജന തിരക്കാണ് അവിടെ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ദേവിക, വലിയ ആഘോഷങ്ങളുടെ മാസമാണ് ഒരു മലയാള മാസത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ചിങ്ങമാസം തൃപ്പൂണിത്തുറയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം, നമുക്കറിയാം ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ, അവിടെ തന്നെ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രം ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. മാത്രമല്ല അത്തച്ചമയത്തിൻ്റെ നാടാണ് തൃപ്പൂണിത്തുറ, അത്തത്തിൻ്റെ നാട്, വലിയ ആഘോഷങ്ങളുടെ നാട്. അത് തൃക്കാക്കരയാണെങ്കിലും തൃപ്പൂണിത്തുറയാണെങ്കിലും എല്ലാം തന്നെ ഓണത്തിൻ്റെ വിളി എത്തിക്കഴിഞ്ഞാൽ, പൊന്നോണം എത്തിയാൽ, അത് പൊന്നിൻ ചിങ്ങം പിറന്നു കഴിഞ്ഞാൽ തുടങ്ങി ഇവിടെയും ആഘോഷങ്ങൾ. ആ ആഘോഷത്തിൻ്റെ നിറവിന് തുടക്കം കുറിച്ചുകൊണ്ട് എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുന്നു. അതിൻ്റെ ഒരു തിരക്ക് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നമുക്ക് കാണാം. പൂർണ്ണത്രയീശനെ തൊഴുതുകൊണ്ട് ഇനിയുള്ള ആഘോഷങ്ങളുടെ നാളുകളെ അവർ വരവേൽക്കുന്നു. ആ ഒരു നന്മയുടെ നാളുകളെ വരവേൽക്കുന്നു. ഒന്ന് തിരുവോണത്തിൻ്റെ ദിവസം എല്ലാം വരാനുള്ള മാസമാണ്. ആ ഒരു പൊന്നിൻ ചിങ്ങത്തെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് വലിയ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയം, ഇവിടെ നമുക്ക് എല്ലാവരും കേട്ട് പ്രസിദ്ധമാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം. ത്തിൻ്റെ നാടാണ് ഇവിടെ. അത്തച്ചമയം ഏറെ ചരിത്ര പ്രസിദ്ധമാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് മറ്റു നിരവധി ആഘോഷങ്ങൾ വിവിധ ക്ലബ്ബുകളുടെയും മറ്റു സംഘടനകളുടെയും എല്ലാം തന്നെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വലിയ തിരക്ക് നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. ഒരു വശത്ത് നിന്ന് വലിയ ഒരു നീണ്ട ക്യൂ ആണ് ഒരു ഭാഗത്ത് നിന്ന് ഉള്ളത്. എല്ലാവരും ഇന്ന് ചിങ്ങം 1-ന് പൂർണ്ണത്രയീശനെ തൊഴുതുകൊണ്ട് ഈ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ മാത്രമല്ല മറ്റ് എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ ഒരു മാസം അത് ആഘോഷങ്ങളുടെ മാസമാണ്. അവിടെ ഓണവും തിരുവോണവും അത്തവും മറ്റ് ആഘോഷങ്ങളും എല്ലാം വന്നു പോകുന്ന ആ ഒരു തിരുവോണ നാളിനെ എങ്ങനെ വരവേൽക്കണം, എത്രമാത്രം സമൃദ്ധിയോടെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ വരവേൽക്കണം എന്നത് തന്നെയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് അത്യാഹ്ലാദം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഓണത്തിൻ്റെ ഒരു ആഹ്ലാദത്തിൽ തന്നെയല്ലേ ഇനി അല്ലേ നല്ലൊരു മാസത്തിൻ്റെ തുടക്കം അല്ലേ? തീർച്ചയായിട്ടും ഓണം പിന്നെ ചിങ്ങമാസം തുടങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷത്തിൽ തന്നെയാണ് ഉള്ളത്. തവണയും ഇവിടെ ചിങ്ങം 1-ന് പൂർണ്ണത്രയീശ അമ്പലത്തിൽ തന്നെയാണോ വരാറുള്ളത്? തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് എപ്പോഴും വരാറ്. ഇവിടുത്തെ ഈ അത്തത്തിൻ്റെ കാര്യം, അത്തച്ചമയമൊക്കെ എങ്ങനെയാണ് പറയാനുള്ളത്? കാലങ്ങളായിട്ട് കാണുന്നതായിരിക്കുമല്ലോ അല്ലേ? കാലങ്ങളായിട്ടില്ല, ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പം ഒരു 3 വർഷമേ ഉള്ളൂ. അപ്പം അത്ത ആഘോഷം എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷം തന്നെയാണ്. അത് തൃപ്പൂണിത്തുറയുടെ ഒരു മാത്രം പ്രത്യേകതയാണ്.
തൃപ്പൂണിത്തറയ്ക്ക് മാത്രം തീർച്ചയായിട്ടും. ദേവിക, അദ്ദേഹമെല്ലാം പറഞ്ഞതുപോലെ തന്നെ അത്തച്ചയും അത് തൃപ്പൂണിത്തറയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് പൂർണ്ണത്രയീശൻ, അത് എല്ലായിടത്തു നിന്നുള്ള ആളുകൾ വന്ന് തൊഴുത് പോകുന്ന ആ ഒരു ക്ഷേത്രം കൂടിയാണ്. എല്ലാവരും വലിയൊരു അത്തത്തിന്റെ ഒക്കെ ആഹ്ലാദത്തിലല്ലേ? ആഹ്ലാദത്തിൻ്റെയാണ്, അതിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണത്രയീശനെ തൊഴുത് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. ചിങ്ങമൊന്നല്ലേ? ചിങ്ങമൊന്നാണ്. അതെ അതെ, ഓണത്തിൻ്റെ തുടക്കമാണ്. ഓക്കെ സാർ, എങ്ങനെയാണ് ഇവിടുത്തെ നമുക്ക് കാലങ്ങളായിട്ട് തൃപ്പൂണിത്തറ അത്തച്ചമയൊക്കെ? നമ്മൾ അത്തച്ചമയം സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ 35 കൊല്ലമായിട്ട് താമസിക്കുന്നതാണ്. ഇന്ന് 1-ാം തീയതി പൂർണ്ണത്രയീശനെ കണ്ടിട്ട് ബാക്കി പരിപാടി തുടങ്ങാന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഒരു രീതി. തൃപ്പൂണിത്തറക്കാരുടെ ഒരു രീതി, അത് പൂർണ്ണത്രയീശനെ തൊഴുത് തന്നെയാണ് ആരംഭിക്കുന്നത്. കാരണം കാലങ്ങളായി നമ്മൾ കാണുന്നതാണ് ഇവിടുത്തെ ഒരു തിരക്ക്. ഈ ചിങ്ങമാസത്തിലാണെങ്കിലും മറ്റു പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലെല്ലാം പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വലിയ തിരക്ക്. മാത്രമല്ല അത്തം അതിനുള്ള ഒരുക്കത്തിലാണ്. മാത്രമല്ല ഇന്ന് മേളമടക്കം പഞ്ചാരി മേളവും എല്ലാം തന്നെ ഇവിടെ ജീവനക്കാരുടെ സംഘടന സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് വലിയ ചെണ്ടമേളങ്ങളും ആഘോഷങ്ങളും തകൃതിയായി നടക്കുന്നു. മറുഭാഗത്ത് അത്തത്തിനോടനുബന്ധിച്ച് അത്തപ്പൂക്കള മത്സരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ അത് പൂക്കള മത്സരങ്ങളുടേതാണ്, മാവേലിയുടേതാണ്, മഹാബലിയുടെ സ്മരണ, ഒരു മഹാബലി നിറഞ്ഞ അല്ലെങ്കിൽ മഹാബലി വേഷധാരികളായ ഓരോ ക്ഷേത്രങ്ങളിൽ അല്ല ഓരോ ഭാഗങ്ങളിലും നിറഞ്ഞുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ ക്ഷേത്ര ചടങ്ങുകൾക്കെല്ലാം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ നീണ്ട ക്യൂ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഭക്തർ ഏറെ പുലർച്ചെ മുതൽ തന്നെ വന്ന് ചേർന്ന ആളുകളുണ്ട്. അവരെല്ലാം തന്നെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി മാറിയ ആളുകളാണ്. വലിയ തിരക്കാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഇവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ആഘോഷങ്ങളുടെ ഒരു വലിയ നിറവിലൂടെയാണ് തൃപ്പൂണിത്തറ പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ എല്ലാം തന്നെ ഓണത്തിന്റെ പൊന്നോണത്തിന്റെ എന്നും സമൃദ്ധിയുടേതാണ്. വിളവെടുപ്പിൻ്റെതും അത് പിന്നീട് പത്തായത്തിലേക്ക് എടുത്തു വെച്ച വിളകൾ അത് സൂക്ഷിച്ചു വെച്ച് പിന്നീടുള്ള കാലം സമൃദ്ധിയോടെ കടന്നു പോകുന്നതിൻ്റെയും എല്ലാമാണ്. ആ ഒരു നല്ല കാലഘട്ടത്തിന്റെ നല്ല ഓർമ്മകൾ തന്നെ സമ്മാനിക്കുന്ന ചിങ്ങം 1 അത് മലയാളികൾക്ക് എന്നും ക്ഷേത്ര ദർശനത്തിൻ്റെതും അനുഗ്രഹത്തിൻ്റെതും അനുഗ്രഹാശംസകളുടേതും തന്നെയാണ്. ആ ഒരു നന്മയുടെ ഒരു വഴികളിലൂടെ തന്നെയാണ് അവരെല്ലാം കടന്നു പോകുന്നത്. ആ തിരക്കും എല്ലാം തന്നെ ഈ ക്ഷേത്രങ്ങളിൽ എല്ലാം കാണാൻ കഴിയും. എറണാകുളം ശിവക്ഷേത്രത്തിലാണെങ്കിലും തൃപ്പൂണിത്തറ പൂർണ്ണതീർത്ഥ ക്ഷേത്രത്തിലും ആണെങ്കിലും എല്ലാം തന്നെ ആ ആഘോഷങ്ങളുടെ നിറവുകൾ നമുക്ക് കാണാൻ കഴിയും. വലിയ തിരക്ക് ഇവിടെ ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഇനിയാണ് പ്രധാനപ്പെട്ട തൃപ്പൂണിത്തറയിൽ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വലിയ ആഘോഷങ്ങളും ചടങ്ങുകളും നടക്കാനിരിക്കുന്നത്. മാത്രമല്ല ചരിത്രമുറങ്ങുന്ന തൃപ്പൂണിത്തറയിലും ഇനിയുള്ള ദിവസങ്ങൾ തന്നെയാണ് ആഘോഷത്തിന്റെ ഒരു നിറവിലേക്ക് എത്താനിരിക്കുന്നതും. ദേവിക, ശരി ജിജീഷ്, എന്തായാലും എങ്ങും ഭക്തിസാന്ദ്രമായ ചില കാഴ്ചകൾക്കൊപ്പം തന്നെ ഓണത്തിന് വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിൽ കൂടിയാണ് ജനങ്ങളെന്ന് പറയേണ്ടി വരും. എന്തായാലും തളിക്ഷേത്രത്തിൽ നിന്ന് ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് ചിങ്ങപ്പുലരിയിൽ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലും എല്ലാം തിരക്ക് നമ്മൾ കണ്ടതാണ്. ഇന്ന് നമ്മൾ പോകുന്നത് തളി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ശിവദാസ് കന്മനം ഉണ്ട്. ശിവദാസ, ഇന്ന് രാവിലെ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ചിങ്ങം 1. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളെല്ലാം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. വലിയൊരു തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ടല്ലേ? ദേവിക, നമസ്തേ. ഇന്ന് ചിങ്ങപ്പുലരി ആണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ ചരിത്ര പ്രസിദ്ധമായ തളി ക്ഷേത്രത്തിലാണ്. ഇവിടെയും രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ക്ഷേത്രത്തിന് മുൻപിൽ നിന്നും കാണാൻ കഴിയുന്നത്. കാരണം മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. ഒരു പുതുവർഷ ആരംഭം കൂടിയാണ്. അതോടൊപ്പം തന്നെ കർഷക ദിനമാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം കർക്കിടക മാസം അത്
കർക്കിടകമായിരുന്നു. ക്ലേശകരമായി തന്നെ ഉള്ള ഒരു മാസമാണ്. മലയാളികൾ അങ്ങനെയാണ് കർക്കിടക മാസത്തെ കാണുന്നത്. അതിനുശേഷം പിറവിയെടുക്കുന്ന ഈ ചിങ്ങമാസം അത് മലയാളികളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം. അതുകൊണ്ട് തന്നെ എല്ലാം പുതിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ഈ ഒരു മാസത്തിലാണ്. ഈ ഒരു തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ ചെയ്യുന്നു. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഈ ഒരു ചിങ്ങമാസത്തേക്ക് എങ്ങനെയാണ് നമ്മൾ മലയാളികൾ വരവേൽക്കുന്നത്? സന്തോഷമായിട്ട് ഓണല്ലേ. എങ്ങനെ ഈ നമ്മുടെ ഈ ഒരു ചിങ്ങമാസത്തേക്ക് നമ്മൾ ഐശ്വര്യത്തിന് സമൃദ്ധിയുടെ ഒരു മാസമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ട്. രാവിലെ തന്നെ മലയാളികളൊക്കെ കൂടുതൽ ആളുകളും വിശ്വാസികളൊക്കെ. ഞങ്ങളിപ്പം വടയനാട് പോയി വരികയാണ്. നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. ശരി. അങ്ങനെ നിരവധി ഭക്തരാണ്. വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് ഈ ഭക്തരെല്ലാം ഇങ്ങനെ ഈ ഒരു തളി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അതായത് തൊട്ടപ്പുറത്ത് മറ്റൊരു ക്ഷേത്രമുണ്ട്, വളയനാട് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പോയി അതിനുശേഷം ഇങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിലുള്ള ഒരു സന്ദർശനം കൂടി ഇതിൻ്റെ ഭാഗമായി തന്നെ മലയാളികൾ നടത്തുന്നുണ്ട്. അതായത് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് വളരെ പുണ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒരു തുടക്കമാണ്. മഹാലക്ഷ്മി ഓരോ വീട്ടിലേക്കും കയറി വരുന്നു. ഇങ്ങനെ ഐശ്വര്യത്തിൻ്റെ ഒരു ദിനം എന്നുള്ള ഒരു സങ്കല്പം കൂടി ഈ ഒരു മാസത്തിൽ ചിങ്ങമാസത്തിൽ ഉണ്ട്. മാത്രമല്ല പൊന്നോണം വരുന്ന ഒരു മാസമാണ്. പൊന്നോണത്തെ വരവേൽക്കാൻ വേണ്ടി മലയാളികൾ കാത്തിരിക്കുന്നു. അങ്ങനെ പൊന്നോണം വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാസം. അങ്ങനെ നിരവധി പ്രത്യേകതകൾ ഈ ഒരു ചിങ്ങമാസത്തിന് ഉണ്ട്. ക്ഷേത്ര ദർശനം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം മലയാളികൾ അവരുടെ ഒരു തുടക്കം നന്നാക്കുക അല്ലെങ്കിൽ തുടങ്ങി വെക്കുന്നത് ക്ഷേത്ര ദർശനത്തിലൂടെ അവരുടെ എല്ലാം ഭഗവാന് സമർപ്പിച്ച് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എല്ലാം തുടങ്ങി വെക്കുന്നു. അങ്ങനെ ഈ ഒരു വർഷം പൂർണ്ണമായും ഒരു ഐശ്വര്യപൂർണ്ണമായ ഒരു വർഷമായി മാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ തന്നെയാണ് മലയാളികൾ ഉള്ളത്. അതിൻ്റെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. കാരണം ഇനിയുള്ള ഈ ദിവസങ്ങൾ, മാസങ്ങൾ, ഈ വർഷം പൂർണ്ണമായും വളരെ നല്ല ഒരു മാസമായി ഐശ്വര്യപൂർണ്ണമായ ആഘോഷപൂർണ്ണമായ ഒരു മാസമാക്കി മാറ്റുക എന്നുള്ള ഒരു വിശ്വാസം, അങ്ങനെയുള്ള ഒരു സങ്കല്പം അതുതന്നെയാണ് ഈ ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകത. നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ തന്നെ വയലുകളെല്ലാം തന്നെ കൊയ്ത് എടുത്ത് അത് കറ്റ മെതിച്ച് അങ്ങനെ സുന്ദരമായ ഒരു കാർഷിക സംസ്കൃതിയുടെ ഒരു മാസം കൂടി ഈ ചിങ്ങമാസം ആണ്. വയലുകളെല്ലാം വിളഞ്ഞ് നിന്ന് അത് കൊയ്തെടുത്ത് അത് അതിൻ്റെ ഈ നെല്ല് എല്ലാം തന്നെ വീടുകളിലെ പത്തായപ്പുരകളിൽ നിറച്ചു വെച്ച് അങ്ങനെ ഒരു സംസ്കൃതി, നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെയും സംസ്കൃതിയുടെയും എല്ലാം തന്നെ അടയാളം കൂടിയാണ് ഈ ചിങ്ങമാസം. ഇപ്പോൾ വയലുകളൊക്കെ ഏറെക്കുറെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പാരമ്പര്യമായ ആ ഒരു തനിമയുടെയും ഓർമ്മയുടെയും എല്ലാം തന്നെ ആ കാലം കൂടിയാണ്. അങ്ങനെയുള്ള ഓർമ്മകളുടെയും പാരമ്പര്യത്തിൻ്റെയും എല്ലാം തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചിങ്ങമാസം. ഇങ്ങനെ മലയാളികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഏറെ വിശിഷ്ടമായ ഒരു മാസം കൂടിയാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇങ്ങനെ മലയാളി തനിമയുള്ള വേഷങ്ങൾ ധരിച്ച്, പാരമ്പര്യ തനിമയുള്ള വേഷങ്ങൾ ധരിച്ച് ക്ഷേത്രങ്ങളിൽ എത്തുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തളി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഇവിടെ പ്രതികൂല കാലാവസ്ഥയാണ്, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിനൊന്നും തന്നെ വകവയ്ക്കാതെ നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷവും വലിയ രീതിയിൽ തന്നെ മഴ പെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഈ കാലാവസ്ഥയൊക്കെ മാറി പുതിയൊരു ഐശ്വര്യപൂർണ്ണമായ തെളിഞ്ഞ കാലാവസ്ഥ എത്തും. അന്തരീക്ഷ പ്രകൃതി മാത്രമല്ല അനുഗ്രഹിക്കുക, ജീവിതത്തിലും അത്തരത്തിലുള്ള ഒരു തെളിഞ്ഞ സാഹചര്യവും കാലാവസ്ഥയും ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ ഉള്ള ഒരു കാലം കൂടിയാണ് വരുന്നത്. ചിങ്ങമാസം അതിൻ്റെ ഒരു തുടക്കമാണ് എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ ആളുകൾ തങ്ങളുടെ എല്ലാം തന്നെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും അകറ്റുന്നതിന് വേണ്ടി അവർ ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും എല്ലാം തന്നെ. അങ്ങനെയുള്ള ഐശ്വര്യപൂർണ്ണമായ ഒരു മലയാള മാസത്തെ വരവേൽക്കുകയാണ് ഇന്ന് മലയാളികൾ. ദേവിക. ശരി ശിവദാസ്, എന്തായാലും ഇന്ന് ചിങ്ങം 1 ഭക്തജനങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ചിങ്ങം എന്ന് പറയുന്നത് തിരുവോണത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ്. ഓണം നാളുകളാണ് വരുന്നത്, അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകളിൽ കൂടിയാണ് ജനങ്ങളെന്ന് പറയേണ്ടി വരും, ലോകമെമ്പാടുമുള്ള മലയാളികൾ. എന്നാലും ഈ ചിങ്ങ വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് തിരികെ എത്തേണ്ടതുണ്ട് ഇടവേളയ്ക്ക് ശേഷം.
ഗുരുവായൂരിലേക്കാണ് പോകുന്നത്. ചിങ്ങം 1 പുതുവർഷപ്പിറവി ദിവസം കൂടിയായിട്ടാണ് ഓരോ മലയാളിയും കണക്കാക്കുന്നത്. ഈ ചിങ്ങപ്പുലരിയിൽ കണ്ണനെ ഒരു നോക്ക് കാണാനായി ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 100ഓളം വാദ്യകലാകാരന്മാർ അണിനിരന്ന മഞ്ജുലാൽ തറമേളം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളും ഇന്ന് ആരംഭിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. രാജു ഗുരുവായൂർ ചേരുന്നുണ്ട് ഗുരുവായൂരിൽ നിന്ന്. രാജു, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം 1 അതിൻ്റെതായ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, വളരെ പ്രത്യേകത നിറഞ്ഞ ചില പരിപാടികൾ കൂടി അവിടെ നടക്കുന്നുണ്ട്. ാണ് ഓരോ മലയാളിയും കണക്കാക്കുന്നത്. ഈ ചിങ്ങമാസ പുലരിയിൽ കണ്ണനെ ഒരു നോക്ക് കാണാനായി ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ വിവാഹങ്ങളും ഇന്ന് ക്ഷേത്രനടയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 156 വിവാഹങ്ങൾ ബുക്കിംഗ് ആയിട്ടുണ്ട്. വരും സമയങ്ങളിൽ അത് കൂടാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. കർക്കിടക മാസത്തിൽ പൊതുവെ വിവാഹങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ വിവാഹ തിരക്കേറുന്ന ദിവസങ്ങളാണ് ഇനി ഗുരുവായൂരിൽ ഉണ്ടാവാൻ പോകുന്നത്. ചിങ്ങമാസത്തിലെ ഏറ്റവും കൂടുതൽ മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ 200 മുതൽ 300 വിവാഹങ്ങൾ വരെ കഴിഞ്ഞ വർഷം നടന്നിരുന്നു. ഈ വർഷവും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിഗമനം. ഓരോ വർഷവും കണ്ണന്റെ മുന്നിൽ താലി കെട്ടി പുതുജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ദമ്പതിമാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതുകൂടാതെ ക്ഷേത്ര നഗരിയും ചിങ്ങത്തെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും ഏകാദശിക്ക് മുമ്പായി നടന്നു വരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മനാടായ പാലക്കാട് കോട്ടായിൽ ചെമ്പൈ ഗ്രാമത്തിൽ വെച്ച് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. കോഴിക്കോട് തളി ക്ഷേത്രം, തൃശൂർ റീജിയണൽ തിയേറ്റർ, വൈക്കം മഹാദേവ ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാൾ എന്നിവിടങ്ങളിലാണ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നത്. കൂടാതെ ഗുരുവായൂർ ചിങ്ങം 1 100ഓളം വാദ്യ കലാകാരന്മാർ ചേർന്ന് അതിഗംഭീരമായ മഞ്ജുലാത്തറ മേളവും ഇന്ന് രാവിലെ 10 മണിയോടെ ആരംഭിക്കും. ചിങ്ങമാസം പിറന്നതോടെ കലാ സാംസ്കാരിക പരിപാടികൾക്കും ഇല്ലനിറ തുടങ്ങി ഭക്തി നിർഭരമായ ചടങ്ങുകൾക്കും ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ദേവിക. ശരി രാജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ വിവാഹത്തിന്റെ ദിവസങ്ങൾ കൂടിയാണ്. ചിങ്ങമാസം എന്ന് പറയുമ്പോൾ നിരവധി വിവാഹങ്ങൾ നടക്കുന്ന ഒരു മാസം കൂടിയാണ്. അത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി പേർ അവിടേക്ക് എത്തുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കിട്ട ദിവസങ്ങൾ തന്നെയാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കലാരൂപങ്ങൾ അല്ലെങ്കിൽ അത്തരം പരിപാടികൾ കൂടി ഇനിയുള്ള ദിവസങ്ങൾ കൂടുതലായി അരങ്ങേറുമെന്ന് കൂടി പറയേണ്ടി വരും. ഒരിക്കൽ കൂടി ശബരിമലയിലേക്ക് എത്തുകയാണ്. ശബരിമലയിൽ പോലീസിന്റെ ആചാര ലംഘനത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന ഹൈന്ദവ സംഘടനകൾ ശക്തമായി ആവശ്യപ്പെടുന്നു. സോപാനത്തോട് ചേർന്ന ഭാഗത്ത് യൂണിഫോമിൽ ഉദ്യോഗസ്ഥൻ ചെരുപ്പിട്ട് നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ജനം TV പുറത്തുവിട്ടത്. സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, വളരെ കൃത്യമായി നമ്മൾ പുറത്തുവിട്ട ചില ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പോലീസ് ആചാര ലംഘനം നടത്തിയിരിക്കുകയാണ്. ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധവും കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സോപാനത്തോട് ചേർന്ന ഭാഗത്താണ് യൂണിഫോമിൽ നിന്ന് ഉദ്യോഗസ്ഥൻ ചെരുപ്പിട്ട് നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അല്പസമയം മുൻപ് ജനം TV പുറത്തുവിട്ടത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവച്ചിരിക്കുകയാണ്. ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മിഥുൻ, ദേവിക, ഇന്നലെ രാത്രി 8:40-നും 45-നും ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ശ്രീകോവിലിന് തൊട്ട് ചേർന്നുള്ള ഭാഗത്താണ് പോലീസ് യൂണിഫോമിൽ ഉദ്യോഗസ്ഥൻ ചെരുപ്പ് ധരിച്ച് നിൽക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രി തന്നെ നമ്മൾ പുറത്തുവിട്ടത്. ഹൈന്ദവ സംഘടനകളുടെ പ്രതികരണവും തേടിയിരുന്നു. വലിയ പ്രതിഷേധം ഇന്നലെ രാത്രി തന്നെ ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തുമെല്ലാം ഈ സംഭവത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഫ്ലൈ ഓവറിൽ നിന്നുമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഭക്തജനങ്ങളാണ് ഈ ദൃശ്യം പകർത്തിയത്. ആ സമയം തന്നെ ഭക്തജനങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെരുപ്പ് ധരിച്ചുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ശ്രീകോവിലിന് തൊട്ടടുത്ത് ചേർന്നുള്ള ഈ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് വിളിച്ചു പറയുകയും എല്ലാം ചെയ്തു. ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത് 8:40-നും 45-നും ഇടയ്ക്ക് 5 മിനിറ്റോളം സമയം ഈ ശ്രീകോവിലിനോട് ചേർന്നുള്ള പരമപവിത്രമായ ഏറ്റവും പരിപാവനമായ ഈ ഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ചെരുപ്പ് ധരിച്ച് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. വടക്കേ നടവഴി കയറി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീകോവിലിന് സമീപത്തേക്ക് വരുന്നു. അവിടെയുള്ള ഭക്തജനങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. അല്പസമയം അവിടെ നിലയുറപ്പിക്കുന്നുണ്ട്. അതിനുശേഷം തിരികെ മടങ്ങുന്നു. ഈ ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രി നമ്മൾ പുറത്തുവിട്ടത്.
5 മിനിറ്റോളം ഈ പോലീസ് ഉദ്യോഗസ്ഥരൻ അവിടെ നിൽക്കുന്നതിൻ്റെ കാഴ്ചകൾ ദൃക്സാക്ഷികൾ പറയുകയും ചെയ്തു. സമയമടക്കമുള്ള കാര്യങ്ങളാണ് ദൃക്സാക്ഷികൾ ഫ്ലൈ ഓവറിൽ നിന്നും ഈ ദൃശ്യങ്ങളിലൂടെ പകർത്തിക്കൊണ്ട് നമ്മളെ അറിയിക്കുകയും ആ വാർത്ത ഇന്നലെ രാത്രി തന്നെ പുറത്തുവിടുകയും ഒക്കെ ചെയ്തത്. ധാരാളമായി സമാനമായ സംഭവങ്ങൾ ശബരിമലയിൽ ആവർത്തിക്കപ്പെട്ടതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ആചാര മര്യാദകളോടെയല്ല ശബരിമലയിൽ പെരുമാറുന്നതെന്ന് കാലാകാലങ്ങളായി ഉയർന്നുവന്ന ആക്ഷേപങ്ങളാണ്, പരാതികളാണ്. 18-ാം പടിയിൽ ഫോട്ടോഷൂട്ട് നടത്തിയ സംഭവമൊക്കെ സമാന കാലത്താണ് ഉണ്ടായത്. ആചാരപരമായ മര്യാദകളോടുകൂടിയല്ല പെരുമാറുന്നത്, ഭക്തരോട് ആചാരപരമായി അല്ലെങ്കിൽ ഭക്തരോട് പെരുമാറേണ്ട രീതികളിലല്ല പല പോലീസ് ഉദ്യോഗസ്ഥരും പെരുമാറുന്ന അടക്കമുള്ള പരാതികൾ വ്യാപകമായി ഉയർന്ന സാഹചര്യങ്ങളും ഉണ്ടായതാണ്. ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പോലീസിനെയും പോലീസ് മേധാവികളെയും എല്ലാം നിരന്തരമായി അറിയിച്ചിട്ടുള്ളതാണ്. ഈ രീതിയിലുള്ള ആചാരവിരുദ്ധമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായി തന്നെ മാർഗനിർദ്ദേശങ്ങളോടുകൂടി മാത്രമേ സന്നിധാനത്തേക്ക് ഡ്യൂട്ടിക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ അയക്കാൻ പാടുള്ളൂ എന്നുള്ളത് നിരവധിയായ തവണ ഹൈന്ദവ സംഘടനകൾ, ഭക്തജനങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പോലീസ് മേധാവികളെല്ലാം പരാതി മൂലം അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ആചാരപരമായിട്ടുള്ള സവിശേഷതകൾ അത് മനസ്സിലാക്കിക്കൊണ്ടല്ല സന്നിധാനത്ത് ഇപ്പോഴും പെരുമാറുന്നത് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവവും. സന്നിധാനത്തേക്ക് അയക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അത് മുൻപരിചയമുള്ളവരാണെങ്കിലും മുൻപരിചയമില്ലാത്തവരാണെങ്കിലും സന്നിധാനത്തേക്ക് പെരുമാറേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്, രീതികളുണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്, ആചാരപരമായ ചില സവിശേഷതകളുണ്ട്, പരമപവിത്രമായി കണക്കാക്കേണ്ട ചില ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ പെരുമാറേണ്ട രീതികൾ കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം മാത്രമേ സന്നിധാനത്തേക്ക് അയക്കാവൂ എന്നുള്ളതാണ് കാലാകാലങ്ങളായി ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെല്ലാം ആവശ്യപ്പെടുന്ന കാര്യം. പക്ഷേ അത് നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും അതിന് മാറ്റമുണ്ടാകുന്നില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മുറിപ്പെടുത്തൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ സന്നിധാനത്ത് നിന്ന് ഉണ്ടാകുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ആവർത്തിക്കപ്പെടുന്ന കാര്യമായി ഉണ്ടാകുന്നത് ഖേദകരമായ ഒരു കാര്യമായി മാറുകയാണ്. പോലീസിന്റെയും സർക്കാരിന്റെയും വീഴ്ചയാണ് ഈ കാര്യത്തിൽ സംഭവിക്കുന്നത്. കാരണം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നില്ല. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ മാത്രം സന്നിധാനത്തേക്ക് തിരഞ്ഞെടുത്ത് അയക്കുന്നില്ല. ഈ കാര്യങ്ങളിൽ കൃത്യമായ ചിട്ടവട്ടങ്ങൾ പാലിക്കാൻ സംസ്ഥാന സർക്കാരിനും പോലീസിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിഷേധമായി ഉയർന്നു വരുന്ന കാര്യം. ഇന്നലെ രാത്രി സംഭവം പുറത്തു വന്നതിന് ശേഷം തന്നെ ജനം TV ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം തന്നെ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചറുടെ പ്രതികരണം തേടിയിരുന്നു. ശശികല ടീച്ചർ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ശബരിമലയ്ക്ക് കണക്കാക്കുന്ന ആ പരിപാവനമായ സവിശേഷത അത് കൃത്യമായി തന്നെ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. ആ പരിപാവനമായ സവിശേഷതയോടുകൂടിയല്ല സന്നിധാനത്ത് വേണ്ട ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാരിന് വലിയ വീഴ്ചയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് ഇന്നലെ പ്രതികരിച്ചത്. ഒപ്പം തന്നെ VHP നേതാവ് വിജി തമ്പിയും ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പോലീസിന്റെ വീഴ്ചയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പോലീസ് മേധാവികൾ കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർക്ക് ചിട്ടവട്ടങ്ങൾ, പെരുമാറ്റങ്ങൾ, ആചാരമര്യാദകൾ പാലിക്കേണ്ടതിന്റെ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് വലിയ വീഴ്ച സംഭവിക്കുന്നു. അത് ആവർത്തിക്കപ്പെടുന്നു. അത് ഖേദകരമായ കാര്യമായി മാറുന്നു. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപാവനമായി പുണ്യമായി കരുതുന്ന സ്ഥലങ്ങളാണ് ശബരിമലയിലെ ഓരോ ഇടങ്ങളും. പ്രത്യേകിച്ച് ഈ ശ്രീകോവിലിനോട് ചേർന്നിട്ടുള്ള, സോപാനത്തോട് ചേർന്നിട്ടുള്ള ഭാഗം ഏറ്റവും പരിപാവനമാണ്, പുണ്യമാണ്, പുണ്യകരമായി കരുതുന്ന, പവിത്രമായി കരുതുന്ന ഭാഗമാണ്. അവിടെയാണ് സോപാനത്തോട് തൊട്ടു ചേർന്ന ഭാഗം. അവിടെയാണ് ഇത്തരത്തിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥൻ നിലയുറപ്പിച്ചത്, ഏറെ നേരം നിലയുറപ്പിച്ചത്. അത് വളരെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വ്രണപ്പെടുത്തൽ ഉണ്ടാക്കുന്ന, അവരുടെ വിശ്വാസത്തെ തകർക്കുന്ന ഒരു സംഭവമായി മാറുന്നു. ഇന്നലെ ഫ്ലൈ ഓവറിൽ നിന്നും ഈ ദൃശ്യം പകർത്തിയ ദൃക്സാക്ഷികൾ പറയുന്നത് അവർ അവിടെ നിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ചെരുപ്പ് ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നത് പലവട്ടം ഫ്ലൈ ഓവറിൽ നിന്നുകൊണ്ട് ഭക്തജനങ്ങൾ, ദൃക്സാക്ഷികൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവിടുന്ന് മാറാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ശ്രീകോവിലിനോട് അടുത്ത് ചേർന്നിരിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വലിയ വേദനയാണ് ഭക്തജനങ്ങൾക്ക് ഉണ്ടാക്കിയത് എന്ന ഈ ദൃക്സാക്ഷികൾ നമ്മളെ അറിയിക്കുന്നു. അങ്ങനെ അവിടെ ഈ ഭക്തജനങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വീണ്ടും മാറുകയാണ്. ഈ ഭാഗത്ത് നിന്നും ഓടിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും വലിയ ഒരു ആചാരലംഘനം ഉണ്ടാക്കുന്ന സംഭവം വീണ്ടും ശബരിമലയിൽ ആവർത്തിച്ചിരിക്കുന്നു. സമാനമായ സംഭവങ്ങൾ കാലാകാലങ്ങളായി ശബരിമലയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും അത്തരത്തിൽ നടപടികൾ എടുക്കണമെന്ന് ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും ആവശ്യപ്പെടുമ്പോഴും അതിലൊന്നും കൃത്യമായ ഇടപെടലുകൾ നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ പോലീസിനോ പോലീസ് സേനയ്ക്കോ സാധിക്കുന്നില്ല. വീഴ്ചകൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യമായി കണക്കാക്കുന്നത്. ദേവസ്വം ബോർഡുമായി ഈ കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ബന്ധപ്പെട്ടിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സമീപിച്ചിരുന്നു. അന്വേഷിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ നടപടി
നടപടിയെടുക്കുന്നതിന് വേണ്ട അന്വേഷണം നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തി അദ്ദേഹത്തിന് തക്കതായ നടപടികളിലേക്ക് കടക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴും അതിലും വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. സംഭവം നടന്ന് ഇപ്പോൾ ഇന്നലെ രാത്രി 8:45 ഈ ചെരുപ്പ് ധരിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ നിലയുറപ്പിക്കുന്നത്. പക്ഷേ ഇതുവരെയും ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയോ കൃത്യമായി തന്നെ ശിക്ഷാ നടപടികളിലേക്ക് കടക്കാനോ പോലീസ് സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പോലീസിന്റെ വലിയൊരു വീഴ്ചയായി നിലയുറപ്പിക്കുന്നു. ഈ കാര്യത്തിലാണ് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ, ഭക്തജനങ്ങൾ വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി, മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റിപ്പോർട്ടുകളിലേക്കാണ്. BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് ചേരും. വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കേന്ദ്രമന്ത്രിമാരും NDA കക്ഷി നേതാക്കളും കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഡൽഹിയിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്ന് പറയുന്നു. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നു എങ്കിൽ പോലും അന്തിമ തീരുമാനം സംബന്ധിച്ചുള്ള യോഗമാണോ ഇന്ന് നടക്കുന്നത്? മറ്റു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും കൂടി. ദേവിക, നമസ്തേ, ഗുഡ് മോർണിംഗ്. BJPയുടെ പാർലമെന്ററി ബോർഡ്, അതായത് BJPയുടെ പരമോന്നത അധികാരമുള്ള ബോഡിയാണ് ഇന്ന് യോഗം ചേരുന്നത്. വൈകിട്ട് ചേരുന്ന യോഗത്തിൽ BJP NDA സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അതിൻ്റെ കൂടിയാലോചനകൾ നേരത്തെ തന്നെ നടന്നിരുന്നു. അതായത് പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളുമായും മുതിർന്ന കേന്ദ്രമന്ത്രിമാരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം BJPയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള JP നദ്ദയും കൂടിക്കാഴ്ചകളും കൂടിയാലോചനകളും നടത്തിയിരുന്നു. നിലവിൽ NDAയുടെ ഘടകകക്ഷികൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അത് BJPയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. BJP അത് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പൂർണ്ണ പിന്തുണ നൽകും എന്ന തീരുമാനമാണ് NDAയുടെ ഘടകകക്ഷികൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ചേരുന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, JP നദ്ദ, യെദ്യൂരപ്പ, കൂടാതെ K ലക്ഷ്മണൻ, സർബാനന്ദ് സോനോവാൾ തുടങ്ങി 11 അംഗ ബോർഡാണ് ഇന്ന് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ നിരവധി പേരുകൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകും എന്നത് സംബന്ധിച്ച് ഇതിനോടകം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ BJPയുടെ സ്വഭാവം നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ സർപ്രൈസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴായിരിക്കും ആ തീരുമാനം എന്താണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. അതിനപ്പുറത്തേക്ക് റിപ്പോർട്ടുകളും നിഗമനങ്ങളും എല്ലാം എത്താറുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത്തരം നിഗമനങ്ങളെയും മാധ്യമ വാർത്തകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സർപ്രൈസ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന പാർട്ടി കൂടിയാണ് BJP. അതിനപ്പുറത്തേക്ക് തീരുമാനങ്ങൾ പുറത്തു പോകാതെ, ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം നിഗമനങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പാർട്ടിയിൽ നിന്ന് ഈ തീരുമാനങ്ങളൊന്നും പുറത്തു പോകാതെ സൂക്ഷിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. അതിൻ്റെ സംഘടനാ സംവിധാനവും അത്തരത്തിൽ തന്നെയാണ്. ഏതായാലും ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉൾപ്പെടെയുള്ള NDAയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം അത് BJPക്ക് നൽകുകയും BJP നൽകുന്ന ഏതൊരു സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കും, നിരുപാധികം പിന്തുണയ്ക്കും, പൂർണ്ണ പിന്തുണ നൽകും എന്ന നിലപാടാണ് NDAയ്ക്കുള്ളിൽ എടുത്തിട്ടുള്ളത്. ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകൾ മുൻപോട്ട് പോവുകയാണ്. ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിലും സമവായത്തിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശ്രമിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വം ശരിയല്ല, അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയെ കോൺഗ്രസ് നയിക്കുന്നത് ഗുണകരമല്ല എന്ന അഭിപ്രായം മമതാ ബാനർജിക്കും തൃണമൂലിനും ഉൾപ്പെടെ ചില പാർട്ടികൾക്കുണ്ട്. അതുകൊണ്ട് ആ സമവായ നീക്കം എത്രത്തോളം മുൻപോട്ട് പോകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ NDA BJP സഖ്യത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വളരെ എളുപ്പത്തിൽ വിജയിപ്പിച്ചെടുക്കാനുള്ള അംഗബലം നിലവിൽ പാർലമെന്റിലുണ്ട്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്. നിലവിലെ അംഗസംഖ്യ പരിശോധിക്കുമ്പോൾ BJP NDA സഖ്യം നിർത്തുന്ന സ്ഥാനാർത്ഥി തന്നെ വളരെ സുഗമമായി വിജയിച്ചു കയറും. ഈ മാസം 21-നാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അന്നായിരിക്കും NDAയുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശം നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അന്നേ ദിവസം BJP NDA സഖ്യത്തിലെ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരോടും ഉപമുഖ്യമന്ത്രിമാരോടും പ്രധാനപ്പെട്ട നേതാക്കളോടുമെല്ലാം ഡൽഹിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു ശക്തി പ്രകടനത്തോടെയായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നാമനിർദ്ദേശം നൽകുക. 22-നാണ് സൂക്ഷ്മ
പരിശോധന. ഈ മാസം 25 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. അടുത്ത മാസം 9, അതായത് സെപ്റ്റംബർ 9-നാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 10 മുതൽ 5 വരെ വോട്ടെടുപ്പ് നടക്കും. വൈകിട്ട് തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ദേവിക. ശരി, ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ ഉണ്ടോ എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ആ വിവരങ്ങൾ അറിയാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്നാലും മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് തൃശൂർ ജില്ലയിൽ രാവിലെ 9:30 ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ അദ്ദേഹം മാല ചാർത്തും. പരിപാടിയിൽ ജില്ലയിലെ BJP നേതാക്കളെല്ലാം പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച ഇടത് വലത് മുന്നണികൾ പ്രതിഷേധിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രി ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ മാല ചാർത്തുന്നത്. സനു കെ സജീവ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സനു, ഈ വ്യാജ പ്രചരണങ്ങൾക്കിടയിലും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമെല്ലാം ഡിഫിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും താൻ വകവയ്ക്കുന്നേയില്ല, തന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുക തന്നെ ചെയ്യുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിലുണ്ട്. അദ്ദേഹം നിരവധി പരിപാടികളിൽ പങ്കെടുത്തു വരികയാണ്. ഇന്ന് 9:30 ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ അദ്ദേഹം മാല ചാർത്തുകയാണ് അല്ലേ? ശക്തന്റെ മണ്ണിൽ നേടിയ മിന്നും വിജയം, അതിനുശേഷം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടത് വലത് മുന്നണികൾ നടത്തുന്ന വേട്ട, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ കാണുന്ന, എൻ്റെ പിന്നിൽ കാണുന്ന ഈ ശക്തൻ തമ്പുരാന്റെ ഈ പ്രതിമയിൽ മാല ചാർത്തിക്കൊണ്ട് അദ്ദേഹം ഇടത് വലത് മുന്നണികൾക്കും ഒപ്പം തന്നെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കും കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നത്. രാവിലെ 9:30 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ശക്തൻ തമ്പുരാന്റെ ഈ പ്രതിമയിൽ മാല ചാർത്തും. അത് തന്നെ വലിയൊരു സന്ദേശമാണ് ഇടത് വലത് മുന്നണികൾക്കല്ലേ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം കൂടിയായിരിക്കും ഈ ചടങ്ങെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ ശക്തന്റെ തട്ടകം കീഴടക്കുക എന്നൊക്കെ നമ്മൾ ആ ഒരു പദപ്രയോഗമൊക്കെ കേട്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ തന്നെ ആ ശക്തന്റെ തട്ടകം പിടിച്ചടക്കിയ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവെള്ളയിൽ ഒതുക്കിയ താമര വിരിയിച്ച കേന്ദ്രമന്ത്രി വീണ്ടും ഇവിടെ എത്തി ആ മാല ചാർത്തുമ്പോൾ അത് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ്, ഒരു സന്ദേശം കൂടി നൽകുകയാണ്. കാരണം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ തളർത്താനാവില്ല എന്ന് വ്യക്തമായിട്ടുള്ള സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിപാടി കൂടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് BJPയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് കേന്ദ്രമന്ത്രി 9:30 ഇവിടെ എത്തും. ഇന്നലെ വൈകിട്ട് അദ്ദേഹം തൃശ്ശൂരിലെത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷമായിരിക്കും ഇവിടേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കൂടെ DYFIയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അതിനു മുമ്പേ CPM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കുള്ള ദിശാ ബോർഡിലേക്ക് കരിയോയിലൊക്കെ ഒഴിച്ചതോടുകൂടിയാണ് ഈ ഒരു സംഘർഷ സാധ്യത അല്ലെ സംഘർഷമൊക്കെ തുടങ്ങുന്നത്. അതിനുശേഷം BJPയുടെ നേതൃത്വത്തിൽ CPMന്റെ അഴീക്കോടൻ സ്മാരകം, അതായത് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ആ മാർച്ചിൽ സംഘർഷമുണ്ടാവുകയും ജില്ലാ പ്രസിഡന്റ് തലക്കിട്ട പോലീസിന്റെ ലാത്തിയടിയേൽക്കുകയും തുടർന്ന് CPM പ്രവർത്തകരുടെ കല്ലേറിൽ 3 BJP പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതിനുശേഷം പാർലമെന്റിൽ ഉണ്ടായിരുന്ന സുരേഷ് ഗോപി അടിയന്തരമായിട്ട് തൃശ്ശൂരിൽ സന്ദർശനം നടത്തുകയും പരിക്കേറ്റവരെ നേരിട്ട് കാണുകയൊക്കെ ചെയ്തിരുന്നു, അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം പൊതുപരിപാടി എന്ന നിലയിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ശക്തന്റെ തട്ടകത്തിലേക്ക് ചിങ്ങം 1 തന്നെ എത്തുന്നത്. അതായത് ഈ മാല ചാർത്തിയതിനു ശേഷം അദ്ദേഹത്തിന് മറ്റ് പൊതുപരിപാടികളൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി അല്ലെങ്കിൽ ഇന്നത്തെ പ്രധാന ഷെഡ്യൂളുകളിൽ ആദ്യത്തെ ഒരു ഇനമായിട്ട് തന്നെയാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ ഇത്തരത്തിലുള്ളൊരു നടപടികളിലൂടെ സാധിക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. അപ്പോൾ രാവിലെ എത്തുന്നു, 9:30 ഈ ശക്തന്റെ പ്രതിമയിൽ മാല ചാർത്തുന്നു. തുടർന്ന് പ്രവർത്തകരുമായിട്ട് സംസാരിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം മറ്റ് പരിപാടികളിലേക്ക് മടങ്ങുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ജില്ലയിലെ BJPയുടെ മുതിർന്ന നേതാക്കൾ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന നേതാക്കളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ദേവിക. ശരി ശരി. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
വീണ്ടും റിപ്പോർട്ടുകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് 150-ലധികം സൈനികരെ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ മാധ്യമം സമ ടിവിയാണ് രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സമ്മർദ്ദം ശക്തമായതോടെ സമ ടിവി റിപ്പോർട്ട് പിൻവലിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ യഥാർത്ഥ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 150-ലധികം സൈനികരെയാണ് ഇപ്പോൾ പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഒരു പാകിസ്ഥാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചില സമ്മർദ്ദങ്ങളെ തുടർന്ന് ഈ റിപ്പോർട്ട് പിൻവലിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ കൃത്യമായ ഒരു രേഖയും പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ദേവിക, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത പ്രഹരം പാകിസ്ഥാന്റെ മണ്ണിൽ, അത് ഭീകര ക്യാമ്പുകളിലും അതിനുശേഷം പാകിസ്ഥാന്റെ സൈനിക വ്യോമ താവളങ്ങളിലും ഭാരതം നൽകിയിരുന്നു. കാരണം 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ അതിന് മറുപടിയുമായി അതിർത്തിയിൽ പ്രകോപനവുമായി എത്തിയത് പാകിസ്ഥാൻ സൈന്യമായിരുന്നു. ഭാരതത്തെ ആക്രമിക്കാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ഒരു ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നൽകി. അതിന് കനത്ത തിരിച്ചടി, അതായത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് റഫീഖിലെയും മുർദിലെയും റഹീം യാർ ഖാനിലെയും സുക്കൂറിലെയുമെല്ലാം സൈനിക കേന്ദ്രങ്ങളിലും കൂടാതെ സിയാൽകോട്ടിലെ വ്യോമതാവളത്തിലേക്കുമെല്ലാം മിസൈലുകൾ പായിപ്പിച്ചുകൊണ്ടായിരുന്നു ഭാരതത്തിൻ്റെ സൈന്യം കരുത്ത് കാട്ടിയത്. ആ തിരിച്ചടിയിൽ, ആ പ്രത്യാക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി എന്ന കണക്കുകൂട്ടൽ ഭാരതത്തിനുണ്ട്. പക്ഷേ അതിൻ്റെ നാശനഷ്ടത്തിൻ്റെ ഒരു കണക്കുകളും, അത് ഭീകര കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും സൈനിക കേന്ദ്രങ്ങളിലെ ആണെങ്കിലും, ഒരു നാശനഷ്ടത്തിൻ്റെയും ഔദ്യോഗികമായ കണക്കുകൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ മാധ്യമമായിട്ടുള്ള സമ ടിവി ഈ ഭാരതം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ 155ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരമായിരുന്നു സമ ടിവി അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് 155-ലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട്. തുടർന്ന് അത് വലിയ വിവാദമാവുകയും പാകിസ്ഥാൻ സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും സമ്മർദ്ദത്തെ തുടർന്ന് സമ ടിവി ആ റിപ്പോർട്ട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 155-ലധികം പാകിസ്ഥാന്റെ സൈനികർ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. കൂടാതെ അതിലുമുപരി ഭീകരർ 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ബഹവൽപൂരിൽ ഉൾപ്പെടെ, അതായത് ഭീകരരും പാകിസ്ഥാൻ സൈന്യവും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിട്ടുള്ള ബഹവൽപൂരിലെ ഭീകര കേന്ദ്രത്തിൽ പോലും മിസൈലുകൾ പായിപ്പിക്കാൻ ഭാരതത്തിന് അന്ന് സാധിച്ചിരുന്നു. മൗലാന അസർ ഉൾപ്പെടെയുള്ള അവരുടെ അടുത്ത ആളുകൾ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും എല്ലാം ഭീകര പരിശീലന കേന്ദ്രങ്ങളും ഭീകരർക്ക് നേതൃത്വം നൽകുന്നവരും ഭാരതത്തിൻ്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടു. അത്തരത്തിൽ കനത്ത നാശനഷ്ടം പാകിസ്ഥാന് അന്ന് ഓപ്പറേഷൻ സിന്ദൂർ വരുത്തിവെച്ചു. അതിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്നുള്ളത് സൈനിക കേന്ദ്രങ്ങളിലും വ്യോമതാവളങ്ങളിലും ഭാരതം നടത്തിയ തിരിച്ചടിയിൽ 155-ലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 155-ലധികം സൈനികരെ പാകിസ്ഥാൻ നഷ്ടപ്പെട്ടു എന്ന വിവരങ്ങൾ തന്നെ പുറത്തേക്ക് വരികയാണ്. പക്ഷേ പാകിസ്ഥാൻ കൃത്യമായ കണക്കുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ രേഖകൾ പുറത്തേക്ക് വിടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് പോലും ചില സമ്മർദ്ദങ്ങളെ തുടർന്ന് ഈ വിവരങ്ങളെല്ലാം പിൻവലിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വാണിജ്യ ചർച്ച നീട്ടിവെച്ചു. 25 മുതൽ 29 വരെ നടക്കാനിരുന്ന ചർച്ചകളാണ് ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. വാണിജ്യ കരാർ സംബന്ധിച്ച് നിർണായകമായ 6ാം റൗണ്ട് ചർച്ചകളാണ് നടക്കാനിരുന്നത്. US താരിഫ് നടപ്പാക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. US വാണിജ്യ അസിസ്റ്റന്റ് സെക്രട്ടറി ബ്രെൻഡൻ ലഞ്ചിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനമാണ് ഇപ്പോൾ നീട്ടിവെച്ചിട്ടുള്ളത്. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഈ റിപ്പോർട്ടിന്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഭാരതവും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം $500 ബില്യൺ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകൾ ആരംഭിച്ചത്. ഈ ചർച്ചകളുടെ ഭാഗമായാണ് ഈ ട്രേഡ് ടോക്കുകളെല്ലാം തന്നെ ആരംഭിക്കുകയും ഈ ചർച്ചകളുടെ ഭാഗമായി വിവിധ തലങ്ങളിൽ ചർച്ച 5 ഘട്ടങ്ങളായി നടക്കുകയും ചെയ്തിരുന്നു. ഇതുവരെ ഈ അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ചർച്ചകളും നടന്നിരുന്നു. അതായത് നിലവിൽ $191 ബില്യൺ ഇടപാട്, അതായത് എക്സ്പോർട്ട് ഇടപാടുകളാണ് ഭാരതവുമായി നടക്കുന്നത്. ഇത് $500 ബില്യൺ ഉയർത്തുക 2030 എന്ന ലക്ഷ്യം വെച്ചുള്ള ചർച്ചകളാണ് നടന്നിരുന്നത്. അതിൽ വിവിധങ്ങളായ തീരുമാനങ്ങൾ എടുക്കുക, ഇറക്കുമതി സംബന്ധിച്ച ധാരണകളിലെത്തുക, നികുതി സംബന്ധിച്ച ധാരണകളിലെത്തുക, അത്തരത്തിലുള്ള വിശാലമായ ചർച്ചകളിലെ ഏറ്റവും നിർണായക ഘട്ടമായ 6ാം റൗണ്ട് ചർച്ചകളാണ് ഈ 25 മുതൽ 29 വരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൽ നടക്കാനിരുന്നത്. ഈ പ്രതിനിധി സംഘം ഭാരതത്തിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ നിലനിൽക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് അധിക താരിഫ് US ഏർപ്പെടുത്തുകയും ചെയ്തത്. ഈ അധിക താരിഫ് നിലവിൽ ഇപ്പോൾ 50% താരിഫ് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ
ഈ 50% താരിഫ് ഏർപ്പെടുത്തിയ ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഏത് രീതിയിലാണ് തുടർ ചർച്ചകൾ സാധ്യമാവുക എന്നത് സംബന്ധിച്ച് വലിയൊരു ആശയക്കുഴപ്പം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ നീട്ടിവെച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ നിർണായകമായ പല സംഭവ വികാസങ്ങളും ഇത് സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ വാണിജ്യ ചർച്ചകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് ഇനി വരാനിരിക്കുന്ന വാണിജ്യ ധാരണയുമായി ബന്ധപ്പെട്ട്, അതായത് $500 ബില്യൺ ഉയർത്താനുള്ള വലിയ വാണിജ്യ ധാരണയിൽ എത്തുന്ന ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ സാങ്കേതികമായി നിലച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് നൽകാനാകുന്ന വിവരം. തീർച്ചയായും ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെ 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. അതേസമയം കർശന മുന്നറിയിപ്പുമായി KSEB. അപകടപരമായിട്ടുള്ള പോസ്റ്റുകൾ, വൈദ്യുതി ലൈനുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ KSEBയെ നേരത്തെ തന്നെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. മഴ കനക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി ലൈൻ തട്ടിയുള്ള മരണങ്ങൾക്കും അപകടങ്ങൾക്കും പിന്നാലെയാണ് KSEBയുടെ ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി പുറത്തേക്ക് വരുന്നത്. ടിൻഡുദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ടിൻഡു, ഇന്നും അതിശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ദേവിക, സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ടാണ് മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാണ് വരുന്ന 5 ദിവസം മഴ കനക്കുന്നത്. ഈ ദിവസങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, മൺസൂൺ ഇത്തവണ നേരത്തെയാണ് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയായിരുന്നു ലഭിച്ചത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് വടക്കൻ ജില്ലകൾക്കാണ് പ്രത്യേകമായിട്ടും തീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപ് മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന മഴ, മണ്ണിടിച്ചിൽ ഇതിനൊക്കെ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ശ്രദ്ധ പാലിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ മൺസൂണിൽ ഏറ്റവും നമുക്ക് വേദനാജനകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ലൈൻ കമ്പികൾ പൊട്ടിയും അതുകൊണ്ട് തന്നെ വൈദ്യുതി ലൈനുകൾ പൊട്ടിയുള്ള അപകടങ്ങളുമായിരുന്നു. KSEB ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതിതീവ്ര മഴയിൽ അല്ലെങ്കിൽ മഴയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ മരങ്ങൾ ഒടിഞ്ഞു കിടക്കുന്നതായിട്ടോ വൈദ്യുതി ലൈനിന് മുകളിൽ ഒടിഞ്ഞു കിടക്കുന്നതായിട്ടോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ KSEB അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒടിഞ്ഞു വീണ മരങ്ങളിൽ തൊടാതിരിക്കുക തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി ഇത്തരത്തിൽ KSEBയുടെ വൈദ്യുതി ലൈനിൽ ചാഞ്ഞു കിടക്കുന്ന മരങ്ങൾ മുറിക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണങ്ങൾക്ക് അതിദാരുണമായിട്ടുള്ള മരണങ്ങളായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം, മേഘവിസ്ഫോടനം തുടങ്ങിയവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും. ഛത്തീസ്ഗഡ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദമാണ് ഈ തീവ്ര മഴയ്ക്ക് കാരണം. അതുതന്നെയാണ്, ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ അറിയിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതാപൂർവ്വം മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്ന അറിയിപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് KSEBയുടെ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തേക്ക് വരികയാണ്. പൊട്ടിയ ലൈൻ കമ്പികളോ പോസ്റ്റിൽ മറ്റ് പ്രശ്നങ്ങളോ കാണുകയാണെങ്കിൽ ഉടനടി തന്നെ KSEBയെ വിവരം അറിയിക്കുക എന്നൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി പൊതുജനങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും അതിലേക്കെല്ലാം വരാം. നിരവധി വാർത്തകളാണ് ഇനിയും കാത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കി വരാം. News headlines brought to you by Happy Jams. Happy keeps everybody happy. ഇന്ന് ചിങ്ങം 1. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ചിങ്ങപ്പുലരിയെ വരവേറ്റ് മലയാളികൾ. പ്രധാന ക്ഷേത്രങ്ങളിലടക്കം വൻ ഭക്തജന തിരക്ക്. ശബരിമലയിൽ വീണ്ടും പോലീസിന്റെ ആചാര ലംഘനം. സന്നിധാനത്ത് സോപാനത്തിന് തൊട്ടരികെ പോലീസ് ഉദ്യോഗസ്ഥൻ ചെരുപ്പിട്ട് കയറി. യൂണിഫോമിൽ ഉദ്യോഗസ്ഥർ ചെരുപ്പിട്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. ജനം ബിഗ് ബ്രേക്കിംഗ്.
ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് 150-ലധികം സൈനികരെ നഷ്ടപ്പെട്ടതായി സമ്മതിച്ച് പാക് മാധ്യമം. സമ്മർദ്ദം ശക്തമായതോടെ റിപ്പോർട്ട് പിൻവലിച്ച് സമ TV. ചർച്ച നീട്ടിവെച്ചു. 6ാം റൗണ്ട് ചർച്ചകൾ നീട്ടിയത് US അധിക താരിഫ് നടപ്പാക്കുന്ന സാഹചര്യത്തിൽ. BJP പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന്. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ. ചരിത്ര നേട്ടത്തിന് ശേഷം ശുഭാൻശു ശുക്ല ഭാരതത്തിൽ. ഡൽഹിയിൽ ഉജ്ജ്വല സ്വീകരണം. പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. ഈ മാസം 23-ന് നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളിൽ ശുഭാൻശു പങ്കെടുക്കും. ഇന്ന് ചിങ്ങം 1 കർഷക ദിനം കൂടിയാണ് ഇന്ന്. മലയാളത്തിന്റെ പുതുവത്സരാരംഭം ഇന്നാണ്. പഞ്ഞമാസം പടിയിറങ്ങി പൊന്നിൻ ചിങ്ങം പിറന്നു. ഇനി വിളവെടുപ്പിന്റെ നാളുകളാണ്. പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളത്തിന്റെ മനസ്സൊരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ചിങ്ങം 1, മലയാളത്തിന്റെ പുതുവത്സര ദിനം. ഇന്ന് കേരളത്തിൽ കർഷക ദിനമായും ആചരിക്കുന്നു. പൊന്നോണത്തിന്റെ വരവറിയിച്ച് പൊന്നിൻ ചിങ്ങം പിറന്നുകഴിഞ്ഞു. ഇനി വിളവെടുപ്പിന്റെയും ആഘോഷത്തിന്റെയും നാളുകൾ. പഞ്ഞമാസം പടിയിറങ്ങി ചിങ്ങം വരവായി. ഇനിയുള്ള നാളുകൾ ഓണത്തിന്റെ ഒരുക്കങ്ങൾക്കായി മലയാളിക്ക് തിരക്കിന്റെ ദിനങ്ങളാണ്. കുട്ടികൾ ഉത്സാഹത്തിന്റെ പരകോടിയിലെത്തുന്ന നാളുകൾ. പൂക്കളിറത്തും അത്തപ്പൂക്കളം ഒരുക്കിയുമെല്ലാം അവരും തിരക്കിലാകും. നാടും നഗരവും കച്ചവട കേന്ദ്രങ്ങളുമൊക്കെ രാപ്പകലില്ലാതെ ഉന്മേഷത്തിലാകുന്ന നാളുകൾ. ചിങ്ങമാസത്തിൽ പ്രകൃതി തന്നെ പൂത്തുലഞ്ഞ് സുന്ദരിയാകുന്നു. മുറ്റത്തും തൊടിയിലുമൊക്കെ മുക്കൂറ്റിയും തുമ്പയും തെറ്റിയുമൊക്കെ പൂത്തുലയുന്ന നാളുകൾ. കുട്ടികൾക്കൊപ്പം ഓണത്തുമ്പിയും ചിത്രശലഭവുമൊക്കെ പാറിപ്പറന്നു നടക്കുന്ന നാളുകൾ. പുത്തരി ചോറുണ്ണാൻ കൊതിക്കുന്ന കാലമൊക്കെ മാറിയെങ്കിലും ഇന്നും ഓണം മലയാളിയുടെ ഗൃഹാതുരത്വമുണർത്തുന്ന നാളുകളാണ്. നമുക്ക് ഈ ദിനത്തിൽ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാം. എല്ലാ ജനം TV പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പുതുവർഷം ആശംസിക്കുന്നു. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. ചിങ്ങം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഒരു ആഘോഷം കൂടിയാണ്. പക്ഷേ ചിങ്ങം 1 കരിദിനമായും വഞ്ചനാ ദിനമായും ആചരിക്കാൻ ഒരുങ്ങുകയാണ് പാലക്കാട്ടെ നെൽകർഷകർ. സംസ്ഥാന സർക്കാരിന് നെല്ല് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും തുക ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പരിപാടികൾ ബഹിഷ്കരിച്ച് കർഷകർ പ്രതിഷേധിക്കുന്നത്. വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നമുക്കറിയാം ഇന്ന് ചിങ്ങം 1 എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ദിവസം, കർഷക ദിനമായി കൂടി ഇന്നത്തെ ദിവസം അറിയപ്പെടുന്ന ഒരു സമയം. പക്ഷേ അതിനെ കരിദിനമായും വഞ്ചനാ ദിനമായും ആചരിക്കാൻ മാത്രമേ നമ്മുടെ കർഷകർക്ക് സാധിക്കുന്നുള്ളൂ. കാരണം സർക്കാരിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ മാസങ്ങൾ പിന്നിട്ടിട്ടും അവരുടെ നെല്ലിന്റെ തുക നൽകിയിട്ടില്ല എന്നുള്ള ചില വിഷമം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരിപാടികളെല്ലാം അവർ ബഹിഷ്കരിച്ചിരിക്കുകയാണ് അല്ലേ? ദേവിക, തീർച്ചയായിട്ടും ചിങ്ങം 1 കർഷക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ കർഷകരെ ആദരിക്കുന്നതും മികച്ച കർഷകരെ തിരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ അവർക്ക് അവാർഡ് നൽകുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ ഇന്ന് സംഘടിപ്പിക്കുന്ന ദിവസമാണ്. ഏതായാലും പാലക്കാട് ജില്ലയിലെ നെൽകർഷകർ ഇത്തരത്തിലുള്ള ഈ സർക്കാരിൻ്റെ മുഴുവൻ പരിപാടികളും ബഹിഷ്കരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ ദിവസം അവർ കർഷക ദിനം കരിദിനമായിട്ടും വഞ്ചനാ ദിനമായിട്ടും
ആചരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പാലക്കാട് ഇന്ന് വിവിധ കർഷക സംഘടനകളുടെ സ്വതന്ത്ര കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഓരോ ഇടത്തും പരിപാടികൾ അവർ നിശ്ചയിച്ചിരിക്കുന്നത്. കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് കർഷക വഞ്ചനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അവർ രാവിലെ 10 മണിയോടുകൂടെ തന്നെ കുഴൽമന്നത്ത് കുളവൻമുക്കിൽ നിന്നും ബ്ലോക്ക് പരിധിയിലെ 7 കൃഷിഭവനുകളിലെയും കർഷകർ ചേർന്ന് കുഴൽമന്നം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കർഷക സംരക്ഷണ സമിതി കേരളയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ 5 വിളക്കിൽ അവർ പ്രതിഷേധം നടത്തുന്നുണ്ട്. കെട്ടുതാലിയുമായി മറ്റുമൊക്കെയാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. ഒപ്പം തന്നെ കർഷക മുന്നേറ്റം, അതുപോലെ തന്നെ മറ്റ് വിവിധ കർഷക സംഘടനകൾ, ചിറ്റൂരിൽ വിവിധ കർഷക സംഘടനകളുടെ സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ചിറ്റൂരിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. കർഷക സമാജം ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പേരുകളൊക്കെ സ്വതന്ത്ര കർഷക സംഘടനകളാണ്. ഇതിനു പുറമെ BJPയുടെ കർഷക സംഘടനയായ കിസാൻ മോർച്ച, അതുപോലെ തന്നെ കർഷക സംഘം, അതുപോലെ കോൺഗ്രസിൻ്റെ കർഷക കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളുമൊക്കെ ഈ പ്രതിഷേധങ്ങൾക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ജില്ലയിലെ മുഴുവൻ നെൽകർഷകരും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് ഇന്ന്. അവർ സാധാരണ സർക്കാർ പരിപാടികളിലും മറ്റുമൊക്കെ പങ്കെടുക്കാറുള്ള കർഷകരാണെങ്കിൽ അവർ ഈ പരിപാടികളൊക്കെ പൂർണ്ണമായും ബഹിഷ്കരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു നിലപാടിലേക്ക്, പ്രതിഷേധത്തിലേക്ക് ഇന്നത്തെ ദിവസം അവർ കടക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്നുള്ളത് അവർ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ നെല്ല് സംസ്ഥാന സർക്കാരിനെ വിറ്റിട്ട് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ട് ഇപ്പോൾ 5 മാസം പിന്നിട്ടിരിക്കുന്നു. ഈ 5 മാസമായിട്ടും ഇതുവരെയും അവർക്ക് അതിൻ്റെ തുക സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ പ്രധാന ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. സംഭരിച്ച നെല്ലിൻ്റെ വില 48 മണിക്കൂറിനുള്ളിൽ നൽകുക. സംഭരിച്ച നെല്ലിൻ്റെ വിലയാണ് വേണ്ടത്, ബാങ്ക് ലോണല്ല. അതായത് PRS വായ്പയായിട്ടാണ് നെല്ലിന് വില സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വായ്പയല്ല തങ്ങൾക്ക് വേണ്ടത്. കഴിഞ്ഞ വർഷങ്ങളിൽ വെട്ടിക്കുറച്ച സംസ്ഥാന വിഹിതം പുനഃസ്ഥാപിക്കുക. കേന്ദ്രം നെല്ലിൻ്റെ വില ഓരോ തവണയും വർദ്ധിപ്പിക്കുമ്പോൾ അതിന് ആനുപാതികമായ തുക സംസ്ഥാനം തങ്ങളുടെ വിഹിതത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വിഹിതം കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ വെട്ടിക്കുറച്ച സംസ്ഥാന വിഹിതം അത് പുനഃസ്ഥാപിക്കുക. കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാനം പാലിക്കുക. കാരണം കേന്ദ്രത്തിന് ഇതുവരെ സംസ്ഥാനം കൃത്യമായ കണക്കുകൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടും CPM MLA-മാരും അതുപോലെ തന്നെ ഭക്ഷ്യ വിതരണ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണെങ്കിലും ഒക്കെ, സിവിൽ സപ്ലൈസ് മന്ത്രിയാണെങ്കിലും ഒക്കെ പ്രധാനമായിട്ടും കേന്ദ്രത്തിൽ നിന്ന് തുക നൽകിയിട്ടില്ല എന്നുള്ള വലിയ പച്ചക്കള്ളം പറയുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിക്കാത്തതല്ല, 2022 മുതലുള്ള ഈ നെല്ലിൻ്റെ സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഈ കേന്ദ്രത്തിന് സംസ്ഥാനം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങൾ കൃത്യമായി കണക്കൊക്കെ കൊടുക്കണം എന്നുൾപ്പെടെ ഈ കർഷകർ അവരുടെ ആവശ്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുക, വന്യമൃഗശല്യം തടയാൻ വേണ്ട കൃത്യമായ നടപടികൾ സ്വീകരിക്കുക. ഇത്രയും ആവശ്യങ്ങളാണ് കർഷകർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 27,851 കർഷകർക്ക് 201 കോടിയോളം രൂപ നെല്ല് സംഭരിച്ച ഇനത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ഇനിയും നൽകാനായിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഏതായാലും അതിൽ ശക്തമായ പ്രതിഷേധം നടത്താനാണ് ഈ ഓരോ സ്വതന്ത്ര സംഘടനകളുടെയും തീരുമാനം. ഇന്നത്തെ പ്രതിഷേധം കൊണ്ട് ഒരുക്കുന്നില്ല. അവർ ഇനി 20-ാം തീയതി മറ്റൊരു പ്രതിഷേധത്തിലേക്ക് കൂടെ എല്ലാ ജില്ലയിലെ മുഴുവൻ കർഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ 20-ന് സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ ഒരു കർഷക സമരപ്രഖ്യാപന കൺവെൻഷൻ അവർ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 29-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയും നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ സംയുക്ത കർഷക വേദി ഒരു യോഗമൊക്കെ ചേരുകയുണ്ടായിരുന്നു. ആ കർഷക വേദിയുടെ നേതൃത്വത്തിലാണ് ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കർഷക സംഘടനകളും ഒന്നിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് 20-ാം തീയതി കടക്കാൻ പോകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും നമ്മളെയൊക്കെ അന്നമൂട്ടുന്ന കർഷകർ അവർ ഡൽഹിയിലൊക്കെ സമരം ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലൊക്കെ പ്രൊഫൈലുകളിൽ എല്ലാ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അങ്ങനെ നവമാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഒരു കർഷക സമരം പോലും ആയിരുന്നില്ല. അത് കൃത്യമായിട്ടൊരു മണ്ഡി ഏജന്റുമാരും മറ്റും നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നിട്ട് പോലും അതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിനുവേണ്ടി കണ്ണീരൊഴുക്കുന്ന കുറേ പ്രൊഫൈലുകൾ അല്ലെങ്കിൽ കുറേ ആളുകൾ അതിനുവേണ്ടിയൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടതാണ്. പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ കർഷകർ ദുരിതം അനുഭവിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനോ മറ്റോ ഒന്നും ഒരു ആളുകളുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരാണെങ്കിൽ ഈ വിഷയത്തിൽ എല്ലാ വർഷവും കർഷകരോട് കടുത്ത അവഗണന കാണിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചിങ്ങം 1-ന് ഇത്തരത്തിൽ കർഷക ദിനത്തെ അവർ കണ്ണീർ ദിനമായും കരിദിനമായും വഞ്ചന ദിനമായിട്ടൊക്കെ പ്രതിഷേധ പരിപാടികൾ നടത്താൻ വേണ്ടി പോകുന്നത്. ശരി.
വളരെ വേഗം മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് പൊന്നിൻ ചിങ്ങമാണ്. കർക്കിടകത്തിന്റെ സങ്കടം മറന്ന് തിരുവോണത്തെ വരവേൽക്കുവാനുള്ള തിരക്കിലേക്കാണ് മലയാളിയുടെ ഇനിയുള്ള നാളുകൾ. തലസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആഘോഷം തന്നെയാണ്. പ്രത്യേകിച്ച് ഓണാഘോഷം എന്ന് പറയുന്നത് വളരെ വിപുലമാണ് തലസ്ഥാനത്ത്, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പരിസരത്തുമാണ്. അവിടെ ഇപ്പോഴും തിരക്ക് തന്നെയാണ്. അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രശാന്ത്? ദേവിക, ചിങ്ങപ്പുലരിയിൽ പത്മനാഭസ്വാമിയെ കാണാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തരാണ് എത്തിക്കുന്നത്. മലയാളികളും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും എല്ലാവരും ഒഴുകിയെത്തുന്നൊരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും തിരക്കാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിലേക്ക് ദിവസേന എത്തുന്നത്. ഇന്ന് ചിങ്ങപ്പുലരി കൂടി ആയതോടുകൂടി തന്നെ മലയാളികളുടെയും കൂടി ഒരു വലിയ പ്രവാഹം ക്ഷേത്രത്തിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തലസ്ഥാന നഗരി ക്ഷേത്രങ്ങളുടെ ഒരു നഗരി കൂടിയാണ്. പഴവങ്ങാടി ഗണപതിയായ ക്ഷേത്രമായാലും ശരി, ആറ്റുകാൽ ദേവി ക്ഷേത്രമായാലും ശരി, അങ്ങനെ ക്ഷേത്രങ്ങളുടെ ഒരു നഗരി കൂടിയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലാണ്. ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തിരക്ക് കാണാൻ കഴിയുന്നു. നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിങ്ങപ്പുലരി പിറന്നതോടുകൂടി തന്നെ ക്ഷേത്രങ്ങളിലെല്ലാം വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. മാസം കൊല്ലവർഷം ആരംഭിക്കുന്നത്, അതായത് മലയാളികളുടെ പുതുവത്സരമാണ്, പുതുവത്സര ദിനമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. ഈ പഞ്ഞക്കർക്കിടകം എന്ന് പറയുന്ന നമ്മുടെ ആ കർക്കിടകത്തിൻ്റെ ദുഃഖവും ദുരിതവും എല്ലാം ഒഴിഞ്ഞൊരു സസ്യസമ്പൂർണമായ സമ്പന്നമായ ഒരു ദിനം, ആ ദിനത്തിൻ്റെ ആരംഭം കൂടിയാണ് ഈ ചിങ്ങം പുലരുന്നതോടുകൂടി ഉണ്ടാകുന്നത്. കൊയ്ത്ത് ആരംഭിക്കുന്നു. പഴയ കാലങ്ങളിലാണെങ്കിൽ കൊയ്ത്ത് ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഓണം, ആ ഓണത്തെ വരവേൽക്കാൻ മലയാളികളുടെ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ ഒരുപാട് വിശേഷതകൾ, ഒരുപാട് സവിശേഷതകളെല്ലാം ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയും. ഈ മഴയും മാരിയും മഞ്ഞുമൊക്കെ ഒഴിഞ്ഞൊരു നല്ല പ്രഭാതം കൂടിയാണ് ചിങ്ങമാസം തരുന്നത്. അതുകൊണ്ട് തന്നെ മാസങ്ങളിൽ വെച്ച് ഏറ്റവും വർണ്ണാഭമായ മാസം എന്നൊരു വിശേഷണം കൂടി ഈ ചിങ്ങമാസത്തിനുണ്ട്. എന്നും മലയാളികളുടെ മനസ്സിലൊരു ഓർമ്മ കൂടിയാണ്. അതായത് ഈ ചിങ്ങം എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷത്തിൻ്റെ കൂടി ഓർമ്മകളാണ് പ്രദാനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് തിരുവോണത്തിൻ്റെ കാര്യം തന്നെ നാടും നഗരവും ഉണരുന്ന ഒരു, അതായത് ഉണരുകയും ഒരുങ്ങുകയും ചെയ്യുന്നതും ഈ ചിങ്ങമാസത്തിലാണ്. എല്ലായിടങ്ങളിലും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. അതോടൊപ്പം തന്നെ പൂക്കളങ്ങളും വിവിധ കലാരൂപങ്ങളും കളികളും എല്ലാമായി നാടും നഗരവും ഉണരുകയും കൂടി ചെയ്യും ചിങ്ങം തുടങ്ങുന്നതോടുകൂടി. ഈ വർഷം തിരുവോണം എന്ന് പറയുന്നത്, അതായത് ഓണം ചിങ്ങമാസത്തിൻ്റെ അവസാനത്തെ നാളുകളിലാണ് എത്തുന്നത്. എല്ലാ കോളേജുകളിലും സ്കൂളുകളിലുമെല്ലാം കലാപരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം ഓണം വലിയ ആഘോഷം കൂടിയാണ്. നമുക്കറിയാം തലസ്ഥാനത്തിൻ്റെ നഗരം പൂർണ്ണമായും ഓണത്തിനെ വരവേൽക്കാൻ ഒരുങ്ങും. എന്തായാലും അതിൻ്റെ നടപടികളിലേക്കൊക്കെ സർക്കാർ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ചിങ്ങം പിറന്നതോടുകൂടി തന്നെ വലിയ തിരക്ക്, ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് കാണാൻ കഴിയും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കാണാൻ കഴിയും. നമുക്ക് അവിടേക്ക് അടുത്തേക്ക് പോകാൻ സാധിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും തിരക്ക് ദൃശ്യങ്ങളിലൂടെയെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിലും, തലസ്ഥാനത്ത് തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലുമെല്ലാം ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലായിടങ്ങളിലും ഭക്തജനങ്ങൾ എത്തുന്നു. അതോടൊപ്പം തന്നെ മലയാളികളാകുന്ന, മലയാളികളുടെ സ്വത്വബോധത്തിലേക്ക് തിരിച്ചെത്തുന്നു, അല്ലെങ്കിൽ മലയാളികൾ ആ ബോധം വീണ്ടെടുക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ ഓണം എന്ന് പറയുന്നത്. പാരമ്പര്യ വേഷങ്ങൾ ധരിക്കുന്നു. ഒട്ടുമിക്ക ആളുകളും പാരമ്പര്യ വേഷങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കും ഇനി തെരുവോരങ്ങളിൽ കാണാൻ കഴിയുക. മുണ്ടും ഷർട്ടും ജുബയും ഒക്കെ ഉണ്ടാകും. എന്തായാലും അങ്ങനെ മലയാളികളുടെ ഒരു സ്വത്വബോധത്തിൽ കൂടി ആ ബോധം കൂടിയൊക്കെ വീണ്ടെടുക്കുന്ന ഒരു മാസം കൂടിയാണ്. അതോടൊപ്പം തന്നെ വർണ്ണാഭമായ മാസം, ഈ പഞ്ഞം കർക്കിടകം എല്ലാം കഴിഞ്ഞു മാറുന്ന സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഒരു മാസം കൂടിയാണ് ഓണം, ഈ ചിങ്ങമാസം എന്ന് പറയുന്നത്. ഓണം കൂടി വരുന്നതോടുകൂടി കൂടുതൽ വർണ്ണഭാവമാകുകയും ചെയ്യും. കലാലയങ്ങളടക്കം ഈ ഓണത്തെ വരവേൽക്കാനായി ഒരുങ്ങും. അതോടൊപ്പം തന്നെ കൊല്ലവർഷം ആരംഭിക്കുന്നു എന്നതടക്കമുള്ള ഒരുപാട് വിശേഷണങ്ങൾ, ഒരുപാട് സവിശേഷതകളെല്ലാം ചിങ്ങമാസത്തിലുണ്ട്. എന്തായാലും എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ദേവിക. ശരി, എന്തായാലും ചിങ്ങപ്പുലരിയിൽ
അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടി ശബരിമലയിലെത്തുന്നത് നിരവധി ഭക്തരാണ്. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പമ്പാ സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിൽ കീഴ്ശാന്തി നറുക്കെടുപ്പ് നടന്നു. തിരുവനന്തപുരം പാറശാല സ്വദേശി ഹരീഷ് പോറ്റി ശബരിമല കീഴ്ശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മിഥുൻ മുരളി ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇന്ന് ചിങ്ങപ്പുലരിയിൽ ഒരു നറുക്കെടുപ്പ് നടന്നിരിക്കുകയാണ്. ശബരിമലയിലെ കീഴ്ശാന്തി നറുക്കെടുപ്പ്. അതിൽ തിരുവനന്തപുരം പാറശാല സ്വദേശി ഹരീഷ് പോറ്റി ശബരിമല കീഴ്ശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ? ദേവിക, അല്പസമയം മുൻപാണ് ശബരിമല കീഴ്ശാന്തി നറുക്കെടുപ്പ് നടന്നത്. ഒരു വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. പാറശാല സ്വദേശി ഹരീഷ് പോറ്റിയാണ് ശബരിമല കീഴ്ശാന്തിയായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പമ്പ ഗണപതി ക്ഷേത്രത്തിലും മേൽശാന്തി തെരഞ്ഞെടുപ്പുണ്ട്. രാവിലെ 9 മണിക്കാണ് പമ്പയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വലിയ തിരക്കാണ് സന്നിധാനത്ത് രാവിലെ അനുഭവപ്പെടുന്നത്. വലിയ തിരക്ക് സന്നിധാനത്ത് നടപ്പന്തലും ഫ്ലൈ ഓവറും എല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ചിങ്ങപ്പുലരിയിൽ സന്നിധാനത്ത് കാണുന്നത്. ശക്തമായ മഴ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നല്ല മഴയാണ് സന്നിധാനത്ത് പെയ്തത്. തോരാ മഴ എന്ന് തന്നെ പറയാവുന്ന കാലാവസ്ഥയാണ് സന്നിധാനത്ത്. കാലാവസ്ഥ പ്രതികൂലമായാലൊന്നും അത് അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് സന്നിധാനത്തേക്ക്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫ്ലൈ ഓവറിൽ നിന്നുള്ള കാഴ്ചയാണ്. ഫ്ലൈ ഓവർ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ് ഇരിക്കുകയാണ്. ഫ്ലൈ ഓവറിന്റെ തുടക്കം മുതൽ 18-ാം പടി കയറി കൊടിമര ചുവട്ടിൽ നിന്ന് ഫ്ലൈ ഓവർ ആരംഭിക്കുന്ന മുതൽ ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തുന്ന വരെയുള്ള ഫ്ലൈ ഓവർ മുഴുവൻ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. താഴെ നടപ്പന്തലിലും സമാനമായ കാഴ്ചയാണ് കാണാനുള്ളത്. പമ്പ സ്നാനത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പമ്പയിൽ നീരൊഴുക്ക് ശക്തമാണ്. പമ്പയുടെ വൃഷ്ടി പ്രദേശങ്ങളിലും മഴ കണക്കുകയാണ്. അതുകൊണ്ട് തന്നെ പമ്പയിൽ ഇറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പമ്പ നദീതീരത്ത് ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ മല ഇറങ്ങുന്ന ഭക്തജനങ്ങളും മല കയറുന്ന ഭക്തജനങ്ങളും ജാഗ്രതയോടുകൂടി എത്തണം എന്നുള്ള നിർദ്ദേശവും ഉണ്ട്. പലയിടത്തും വഴുക്കൽ അനുഭവപ്പെടുന്നുണ്ട്. തെന്നി വീഴുന്നതിനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വലിയ വൃക്ഷങ്ങൾക്ക് സമീപം നിൽക്കുകയോ വൈദ്യുത ലൈനുകളെ സ്പർശിക്കുകയോ ഒന്നും ചെയ്യാതെ ഭക്തർ ജാഗ്രത പുലർത്തണം ഈ കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ എന്നാണ് ഈ സമയത്ത് സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. എന്തെങ്കിലും നല്ല തിരക്കാണ് സന്നിധാനത്ത്. വരും മണിക്കൂറുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടും എന്ന് സൂചനകൾ നൽകുന്ന തിരക്ക് കാഴ്ചകൾ തന്നെയാണ് സന്നിധാനത്ത് നിന്ന് കാണാനുള്ളത്. കുഞ്ഞ് മാളികപ്പുറങ്ങളും കുഞ്ഞ് അയ്യപ്പന്മാരുമെല്ലാം ധാരാളമായി ഈ ചിങ്ങമാസ പുലരിയിൽ അയ്യപ്പ ദർശനത്തിന് വേണ്ടി എത്തുന്നുണ്ട്. മലയാളികൾ മാത്രമല്ല, മലയാളികളെക്കാൾ കൂടുതൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെയും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്കാണ് ഇപ്പോഴും തുടർന്നു പോരുന്നത്. 20,338 ഭക്തജനങ്ങളാണ് ഇന്നലെ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും വരെ ദർശനം നടത്തിയത്. 20,000-ന് മുകളിൽ ഭക്തജനങ്ങൾ, ശരാശരിക്ക് മുകളിൽ ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തിയപ്പോൾ അതിന്റെ ബാക്കി എന്നോണം ഇന്നും പുലർച്ചെയും നല്ല തിരക്ക് രാവിലെ 5 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. രാവിലെ 5 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, നെയ്യഭിഷേകം അടക്കമുള്ള പതിവ് പൂജകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. 6:30 ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്. രാത്രി 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. 21-ാം തീയതിയാണ് ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നത്. വീണ്ടും ഓണം പൂജകൾക്ക് വേണ്ടി സെപ്റ്റംബർ 3-ാം തീയതി നട തുറക്കും. വലിയ തിരക്ക് ഇനിയും വരുന്ന മണിക്കൂറുകളിലും വലിയ തിരക്ക് ഉണ്ടാകും എന്ന് സൂചനകൾ നൽകുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ആ തിരക്കാണ് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഭക്തജന സഞ്ചയമാണ് എങ്ങും. ഫ്ലൈ ഓവർ എല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ കാഴ്ചയാണ് ജനം ടിവിയിലൂടെ പ്രേക്ഷകർ കാണുന്നത്. അത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിക്കും പോലെ വലിയ അഭൂതപൂർവമായിട്ടുള്ള തിരക്ക്. ഫ്ലൈ ഓവർ മുഴുവൻ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് കുറച്ചധികം സമയം ഭക്തജനങ്ങൾക്ക് കാത്തുനിന്ന് ദർശനം സാധ്യമാകേണ്ട ആ കാഴ്ച അഭൂതപൂർവമായിട്ട് ഭക്തജന പ്രവാഹം എന്ന് പറയാവുന്ന തരത്തിലുള്ള തിരക്ക് ഈ ചിങ്ങമാസ പുലരിയിൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. കുഞ്ഞു അയ്യപ്പന്മാർ, കുഞ്ഞു മാളികപ്പുറങ്ങളൊക്കെ ഇരുമുടിക്കെട്ടുമായി അയ്യപ്പസ്വാമിയെ ഈ ചിങ്ങമാസ പുലരിയിൽ നല്ല നാളുകൾക്ക് വേണ്ടി, നല്ല ഒരു പുതുവർഷത്തിന് വേണ്ടി, എല്ലാ നന്മകളും നിറഞ്ഞ നാളുകൾക്ക് വേണ്ടി അയ്യപ്പസ്വാമിയെ ദർശിച്ചുകൊണ്ട് പുതു ദിവസങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തി സാന്ദ്രമായിട്ടുള്ള ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന ആ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് ഈ ചിങ്ങമാസ പുലരിയിൽ ആ നന്മ നിറഞ്ഞ ഒരു വർഷാദ്യത്തിൽ സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. മഴയാണ്, നല്ല മഴ പ്രവാഹം തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കീഴ്ശാന്തി തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. വളരെ വേഗം മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. എന്റെ പേര് സുനീഷ്. എന്റെ പേര് ഷിനി. ജോഡി ആപ്പ് സ്ത്രീകൾക്ക് ഫ്രീ ആയതുകൊണ്ട് തന്നെ എനിക്ക് യൂസ്ഫുൾ ആയി.
വീണ്ടും റിപ്പോർട്ടുകളിലേക്ക്. റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരായ അതിജീവതയുടെ രഹസ്യമൊഴിയും അവഗണിച്ച് പോലീസ്. മജിസ്ട്രേറ്റ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് പരിശോധിച്ചുള്ള അന്വേഷണത്തിലും പോലീസിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ ഇതുവരെ വേടനെ പിടികൂടാതെ സംരക്ഷിച്ചുള്ള അണിയറ നീക്കങ്ങൾ കൂടിയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ജജീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജജീഷ്, ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? കാരണം ഒരു സ്ത്രീ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ഒരു തരത്തിലും ആ സ്ത്രീക്ക് നീതി ലഭിക്കില്ല എന്നുള്ള സന്ദേശമല്ലേ ഇതിലൂടെ പോലീസ് നൽകുന്നത്? ദേവിക, അത്തരത്തിലൊരു തെറ്റായ സന്ദേശം തന്നെയാണ് സമൂഹത്തിൽ തുടക്കം മുതൽ. കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ 2 ആഴ്ച പിന്നിട്ടു. ബലാത്സംഗ കേസാണ്, അതിഗൗരവമുള്ള കേസാണ്. അതിജീവിത പോലീസിൽ വിശദമായ മൊഴി നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ മജിസ്ട്രേറ്റ് കോടതിയിൽ കൂടുതൽ വിശദമായി തന്നെ ഒരുപക്ഷെ പോലീസിന് മുന്നിൽ പറഞ്ഞതിലധികം കാര്യങ്ങൾ അവർക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ പറയാനുണ്ടായിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ കാര്യങ്ങളും പറയുക അവർക്ക് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് പോലീസ് അതിൻ്റെ അന്വേഷണങ്ങളെ വഴിതിരിച്ചു വിടുക എന്നതൊന്നും വ്യക്തമല്ല. ഈ ഒരു ഘട്ടത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകി. ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. പോലീസ് തുടക്കത്തിൽ വ്യക്തമാക്കിയതും അതാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ആണെങ്കിലും അന്വേഷണ ചുമതലയുള്ള മറ്റു ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാം തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഈ മജിസ്ട്രേറ്റിന്റെ മൊഴിയുടെ പകർപ്പ് ലഭിച്ച ശേഷം തങ്ങൾ വേടനെതിരെ ശക്തമായ നടപടിയിലേക്ക് കടക്കും, അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നായിരുന്നു. എന്നാൽ ഈ മൊഴി പൂർണ്ണമായും തന്നെ അവഗണിക്കുകയായിരുന്നു സർക്കാർ സംവിധാനങ്ങളും ഒപ്പം തന്നെ പോലീസ് സംവിധാനങ്ങളും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ആ മൊഴി പരിശോധിക്കുകയോ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കോ ഒന്നും തന്നെ ഇതുവരെ പോലീസ് കടന്നിട്ടില്ല. എങ്ങനെയാണോ തുടക്കം മുതൽ വേടനെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടന്നത് അത് ഇപ്പോഴും തുടരുന്നു എന്നതാണ്. മാത്രമല്ല അതിലവർ ഏതാണ്ട് പൂർണ്ണമായും വിജയിക്കുകയും ചെയ്തു. കാരണം നാളെയാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത്. 18-ാം തീയതിയാണ് ഇത് നേരത്തെ തന്നെ ഹൈക്കോടതി പരിഗണിക്കാൻ വെച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അറസ്റ്റ് തടയുകയോ അറസ്റ്റ് ചെയ്യരുതെന്ന നിർദ്ദേശമോ ഒന്നും കോടതി നൽകിയിട്ടില്ല. സാധാരണ നിലയിൽ ഇത്തരത്തിൽ അറസ്റ്റ് തടയുകയോ അറസ്റ്റ് ചെയ്യരുതെന്ന നിർദ്ദേശം കോടതി പ്രത്യേകമായി നൽകുകയോ ചെയ്യാത്ത കേസുകളിലെല്ലാം തന്നെ അതിശക്തമായ അന്വേഷണം നടത്താനും പ്രതിയെ പിടികൂടാനും റിമാൻഡിലേക്ക് പോകാനും എല്ലാമുള്ള സാധ്യതകളുണ്ടായിരുന്നു. അത്തരം കടുത്ത നടപടികൾ സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാനും കഴിയും. കാരണം ഒരു സ്ത്രീ ലൈംഗിക ചൂഷണത്തിന് ഇരയായതാണ് ഈ ഒരു കേസ്. അതിജീവിത ഇപ്പോഴും ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. തുടർച്ചയായ ലൈംഗിക ചൂഷണം വേടനിൽ നിന്ന് ഉണ്ടായി, 5 തവണയോളം ബലാത്സംഗം ചെയ്തു എന്ന അതിഗൗരവകരമായ കാര്യങ്ങൾ മൊഴിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ അണിയറ നീക്കങ്ങളും സർക്കാർ സംവിധാനങ്ങളുടെ അണിയറ നീക്കങ്ങളും ആരെല്ലാമാണോ വേടനെ സംരക്ഷിക്കാൻ തുടക്കം മുതൽ ശ്രമിച്ചിരുന്നത് അവരുടെ എല്ലാം ശ്രമങ്ങൾ വിജയിച്ചു. അതുകൊണ്ട് തന്നെയാണ് നാളെ ഈ ഒരു കേസ് പരിഗണിക്കാനിരിക്കെ ഇതുവരെ വേടനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. വേടൻ കൃത്യമായി തന്നെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിത്താവളങ്ങളിൽ ഇപ്പോഴും സുരക്ഷിതനായി കഴിയുന്നു. നാളെ കോടതി എന്ത് പറയുന്നു എന്ന് കാത്തിരിക്കുന്ന ഒരു നിലയിലേക്ക് പോലീസ് മാറി എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നാളെ വേടനെ സംബന്ധിച്ചിടത്തോളം വേടന് ഒരു മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ആഗ്രഹിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ താല്പര്യമുണ്ടായിരുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അവർ വിചാരിച്ചത് തന്നെ നടക്കുന്നു എന്ന നിലയിലേക്ക് പോവുകയും ചെയ്യും. ഇത്തരത്തിൽ കൃത്യമായ ഒരു അജണ്ട വേടനെ സംരക്ഷിക്കാനുണ്ടായിരുന്നു. ആ അജണ്ടയുടെ ഇതുവരെയുള്ള വിജയം കൂടിയാണ് അവർക്ക് പിടികൂടാൻ ശ്രമിക്കാതെ മാറി നിന്ന് ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെയും എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. തുടക്കം മുതൽ ഈ ഒരു രഹസ്യമൊഴി അടിസ്ഥാനമാക്കി പോലീസിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുമായിരുന്നു. മാത്രമല്ല സാക്ഷികളുടെ മൊഴികൾ പ്രധാനമാണ് എന്നും തങ്ങൾ സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയായിരിക്കും മുന്നോട്ട് പോവുക എന്നുമായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്, അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. 2 അന്വേഷണ സംഘങ്ങളെ ഇതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായി അയൽ സംസ്ഥാനങ്ങളിലേക്ക് വേടന് വേണ്ടി തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി 2 അന്വേഷണ സംഘങ്ങളെ തെരച്ചിലിനായി ചുമതലപ്പെടുത്തി. അതിലൊരു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത് ACP തന്നെയായിരുന്നു, തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പുറത്തേക്ക് പോയില്ല, സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള അന്വേഷണത്തിന് മുതിർന്നില്ല എന്ന് മാത്രമല്ല ഈ 2 അന്വേഷണ സംഘങ്ങളും പൂർണ്ണമായും തന്നെ നിർജ്ജീവമായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ മൊബൈൽ ഫോൺ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളുടെ ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമോ ഒന്നും തന്നെ നടത്താതെ സ്വാഭാവികമായും അത്തരം അന്വേഷണങ്ങൾ നടത്തിയാൽ തന്നെ അതിപ്രശസ്തനായ ഒരാളാണ്, ആളുകൾക്ക് കണ്ടാൽ തിരിച്ചറിയും. കൂടുതൽ കാലം ഒളിവിൽ പോയി പുറത്തിറങ്ങാതെ നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായും തിരിച്ചറിഞ്ഞ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതെല്ലാം തന്നെ അവഗണിച്ച് മുന്നോട്ട് പോവുക. വേടൻ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ
സംരക്ഷിക്കപ്പെടുക എന്നത് തന്നെയാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു മൊഴിയെ എങ്ങനെയാണ് പൂർണ്ണമായും സാധാരണ നിലയിൽ അതിജീവിതമാർ നൽകുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകുന്ന മൊഴിക്ക് വലിയ പ്രാധാന്യം അന്വേഷണ സംഘം നൽകേണ്ടതാണ്. അത്തരത്തിൽ നൽകുന്ന നേരത്തെയും ഈ പല കേസുകളുമായി ബന്ധപ്പെട്ട് ഈ ലൈംഗിക ചൂഷണ ലൈംഗിക പീഡന പരാതികളിൽ ഇത്തരത്തിൽ അതിജീവിതമാർ നൽകുന്ന മൊഴികളെ അടിസ്ഥാനമാക്കി പോലീസ് മുന്നോട്ട് പോയ മുൻകാല അന്വേഷണ പാരമ്പര്യങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എങ്കിൽ ഇവിടെ നേരെ മറിച്ച് ചില സംരക്ഷിത താല്പര്യങ്ങൾക്ക് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി വേടനെ സംരക്ഷിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും തന്നെ ഈ രഹസ്യമൊഴി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിനും സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന സെർവർ സിസ്റ്റം ഹാക്ക് ചെയ്തതിൽ ദുരൂഹത. ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് അജ്ഞാതർ സെർവർ സിസ്റ്റം ഹാക്ക് ചെയ്തത്. സിസ്റ്റം പുനഃസ്ഥാപിക്കുവാനുള്ള സാങ്കേതിക ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രശാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സെർവർ സിസ്റ്റമാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. ഹാക്ക് ചെയ്യപ്പെട്ട് അത് തന്ത്രപ്രധാനമായ രേഖകളും ഫയലുകളും എല്ലാം അടങ്ങുന്ന ആ സംവിധാനത്തിൻ്റെ സൈബർ സംവിധാനത്തിൽ ഉൾപ്പെട്ട ഭാഗമാണ് ഈ ഹാക്ക് ചെയ്യപ്പെട്ടത്. ഈ ഹാക്ക് ചെയ്യപ്പെട്ട് അതിനുശേഷം ഇത് സെർവർ വീണ്ടെടുക്കുന്നതിനുള്ള അതിൻ്റെ പ്രവർത്തനം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ നടത്തിയിരുന്നു. എന്നാൽ നടത്തിയതിനു ശേഷവും ഇത് ഹാക്കിംഗ് ആരാണ് ഹാക്ക് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഈ അജ്ഞാത സംഘം എന്തിനു വേണ്ടി ഹാക്ക് ചെയ്തതെന്നോ എന്നതോ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയും തുടർന്നാണ് ഈ പോലീസിനെ പരാതി നൽകുന്ന നിലയിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും സുരക്ഷാ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ രേഖകളും മറ്റുമൊക്കെ സംരക്ഷിക്കുന്ന അതുമായി ബന്ധപ്പെട്ട എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സൈബർ വിങ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ആ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൈബർ വിങ്ങിൽ പെട്ടുന്ന അതിലുൾപ്പെട്ട സംഭവം, അതായത് ഈ സൈബർ വിങ്ങുമായി ബന്ധപ്പെട്ട ആ രേഖകളൊക്കെ അടങ്ങിയ ഇത് ഹാക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ആ ശൃംഖല ഹാക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ നിരവധി തവണ ഇത് അധികൃതർ പുറത്തറിയിക്കാതിരിക്കാൻ ഒരു നീക്കം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ തന്നെ സ്വന്തമായി ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തി. ഈ ഹാക്ക് ചെയ്യപ്പെട്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. നീക്കം നടത്തിയതിനു ശേഷവും ഏറെ കഴിഞ്ഞാണ് പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് ഇതൊരു FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തെങ്കിൽ പോലും ഇതിൽ ആരാണ് ഈ ഹാക്ക് ചെയ്തത്, അജ്ഞാത സംഘം ആരാണെന്നോ അവരുടെ മോട്ടിവേഷൻ എന്തായിരുന്നുവെന്നോ അല്ലെങ്കിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ഹാക്ക് ചെയ്യേണ്ട കാര്യം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കണ്ടെത്താൻ ഇതുവരെ പോലീസിനും സാധിച്ചിട്ടില്ല. FIR എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തിനു വേണ്ടി എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളത് നിരവധി കേസുകളാണ്. നിരവധി മോഷണ ശ്രമങ്ങളടക്കമുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തും ഇതുമായി ബന്ധപ്പെട്ട് സ്വർണം അടക്കം കാണാതെ പോകുന്ന സംഭവങ്ങളെല്ലാം ഈ അടുത്ത കാലത്തുണ്ടായതാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ നാളുകളായി നടക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് വേറൊരു കാര്യമെന്ന് പറയുന്നത് ഈ കർമ്മചാരി സംഘം പരാതിപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 5 കൊല്ലം സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരെ മാറ്റിയതിനു ശേഷം മറ്റു ചിലരെ, അതിന് യോഗ്യതയില്ലാത്ത മറ്റു ചിലരെ ഇതിലേക്ക് ഈ ശൃംഖലയുടെ ചുമതല ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് ഹാക്ക് ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് കൂടിയാണ്. കാരണം സൈബർ വിദഗ്ധരടക്കം ഇത് പരിശോധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള രേഖകളടക്കം സൂക്ഷിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളടക്കം നടക്കുന്ന സാഹചര്യം കൂടി വളരെ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. എന്തായാലും സിസ്റ്റത്തിന്റെ തകരാറെന്നെല്ലാം പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം അത്രത്തോളം ഒരു സുരക്ഷാ വീഴ്ച കൂടെ അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഗാസ സ്വദേശികൾക്ക് സന്ദർശക വിസ നൽകുന്ന നടപടികൾ നിർത്തിവെച്ച അമേരിക്ക. വിദേശത്ത് നിന്നുള്ളവർക്ക് അമേരിക്കയിൽ ചികിത്സയ്ക്കും മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കുമായി ലഭ്യമാകുന്ന B2, B1 വിസ നടപടികളാണ് നിർത്തിവെച്ചിരിക്കുന്നത്. 3800ഓളം ഇത്തരം വിസകൾ അമേരിക്ക ഗാസയിൽ നിന്നുള്ളവർക്ക് അനുവദിച്ചിരിക്കുന്നു. ഐസൻ ജോസ് ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഗാസയിലെ ജനങ്ങൾക്ക് ഇത്തരത്തിൽ വിസ അനുവദിക്കുന്നത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പാലസ്തീൻ അതോറിറ്റിയുടെ ആ ഒരു ID കാർഡ് ട്രാവൽ പെർമിറ്റുമായി അമേരിക്കയിൽ എത്തുന്നവരെ സംബന്ധിച്ച് ചില വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വിമർശനങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പാലസ്തീനിൽ അതായത് മുറിവേറ്റവരും അതുപോലെ തന്നെ മറ്റു രീതിയിലുമുള്ള ഇഞ്ചേർഡ് ആയവരെയും മറ്റു അത്തരത്തിൽ ഈ കൈകാലികൾ മാറ്റിവെക്കുക അത്തരത്തിലുള്ള ചികിത്സയൊക്കെ ആവശ്യമുള്ളവർക്ക് അമേരിക്കയിൽ എത്താനുള്ള B2 വിസകൾ നൽകിയിരുന്നു. അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള B1 വിസയും നൽകിയിരുന്നു. ഈ 2 വിസകളും നൽകുന്ന ആ ഒരു രീതിയാണ് ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള വിസകൾ നേടി കുടിയേറ്റക്കാരായി അവർ അവിടെ എത്തുന്നു, അമേരിക്കയിൽ എത്തുന്നു. അവർ പാലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തുവരികയും കൂടി ചെയ്ത പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇസ്രായേലുമായി മികച്ച സൗഹൃദത്തിൽ തുടരുന്ന അമേരിക്കയ്ക്ക് ഇത്തരത്തിൽ പാലസ്തീനുമായുള്ള വിസ ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതൊരു പാലസ്തീൻ ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിൽ സംഘർഷമുണ്ടാക്കുന്ന സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടാണ് നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദേവിക. ശരി. ആദ്യ സീസണിൽ കപ്പുയർത്തിയതിന്റെ ആത്മവിശ്വാസവുമായാണ് ഏരിയസ് കൊല്ലം സെയിലേഴ്സിന്റെ 2ാം സീസൺ ഇറങ്ങുന്നത്. പുതിയ സീസണിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് നായകൻ സച്ചിൻ ബേബി. നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ആദ്യ സീസണിൽ കിരീടം ചൂടിയ ടീമിൻ്റെ നായകൻ സച്ചിൻ ബേബി നമ്മുടെ കൂടെയുണ്ട്. സച്ചിൻ, ആദ്യ സീസണിലെ കിരീടം ചൂടിയ ടീമാണ്, 2ാം സീസണിലേക്ക് കടക്കുന്നു. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷ എപ്പോഴും വളരെ ഹൈ തന്നെയാണ്. കാരണം നമുക്ക് നല്ലൊരു സീസൺ വന്നു, ആദ്യത്തെ സീസൺ. അപ്പം നമ്മളൊട്ടും കുറച്ച് കാണുന്നില്ല ഈ സീസണും. കാരണം എവറി ഗെയിം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കഴിഞ്ഞ സീസണിലെ ഒരു 4 പേരെ മാത്രം നിലനിർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിനൊരു ടീം ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഒരു ചലഞ്ച്. അപ്പം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു 12 പേരെ നമുക്ക് ഈ വർഷവും നമ്മുടെ ടീമിൽ സാധിച്ചു. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് വിഷ്ണു വിനോദ്, അഖിൽ MS, അങ്ങനെ അതുൽജിത്ത്, അവരങ്ങനത്തെ കുറേ പ്ലേയേഴ്സിനെ നമുക്ക് കിട്ടി, സച്ചിൻ PS. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ബാലൻസ് നല്ല സ്ക്വാഡ് തന്നെയാണ്. ഏഡൻ ആപ്പിൾ ടോം, അപ്പം നമുക്കൊരു യങ് ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റും ഉണ്ട്. സോ നമുക്ക് കുറേ ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 12 മാച്ചസ് ഉണ്ട് നമുക്ക് അത് ആ ഒരു കിരീടം നേടാൻ. അപ്പോൾ അതിനു വേണ്ടി നമ്മളെല്ലാം വലിയ ആത്മവിശ്വാസവുമായാണ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് 2ാം സീസണ് ഇറങ്ങുന്നത്. കാരണം ആദ്യ സീസൺ തന്നെ കപ്പുയർത്തിയ ആത്മവിശ്വാസം കൃത്യമായി ഉണ്ട് ടീമിന്. പുതിയ സീസണിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് നായകൻ സച്ചിൻ ബേബിയാണ്. അതിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ആദ്യ സീസണിൽ കിരീടം ചൂടിയ ടീമിൻ്റെ നായകൻ സച്ചിൻ ബേബി നമ്മുടെ കൂടെയുണ്ട്. സച്ചിൻ, ആദ്യ സീസണിലെ കിരീടം ചൂടിയ ടീമാണ്, 2ാം സീസണിലേക്ക് കടക്കുന്നു. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷ എപ്പോഴും വളരെ ഹൈ തന്നെയാണ്. കാരണം നമുക്ക് നല്ലൊരു സീസൺ വന്നു, ആദ്യത്തെ സീസൺ. അപ്പം നമ്മളൊട്ടും കുറച്ച് കാണുന്നില്ല ഈ സീസണും. കാരണം എവറി ഗെയിം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കഴിഞ്ഞ സീസണിലെ ഒരു 4 പേരെ മാത്രം നിലനിർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിനൊരു ടീം ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഒരു ചലഞ്ച്. അപ്പം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു 12 പേരെ നമുക്ക് ഈ വർഷവും നമ്മുടെ ടീമിൽ സാധിച്ചു. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് വിഷ്ണു വിനോദ്, അഖിൽ MS, അങ്ങനെ അതുൽജിത്ത്, അവരങ്ങനത്തെ കുറേ പ്ലേയേഴ്സിനെ നമുക്ക് കിട്ടി, സച്ചിൻ PS. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ബാലൻസ് നല്ല സ്ക്വാഡ് തന്നെയാണ്. ഏഡൻ ആപ്പിൾ ടോം, അപ്പം നമുക്കൊരു യങ് ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റും ഉണ്ട്. സോ നമുക്ക് കുറേ ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 12 മാച്ചസ് ഉണ്ട് നമുക്ക് അത് ആ ഒരു കിരീടം നേടാൻ. അപ്പോൾ അതിനു വേണ്ടി നമ്മളെല്ലാവരും നല്ല പ്രിപ്പയർഡ് ആണ്. അപ്പോൾ വിഷ്ണുവിനെ പോലെ IPL കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള, കഴിഞ്ഞ വട്ടം IPLൻ്റെ ഫൈനൽ വരെ എത്തിയ ഒരു ടീമിലെ അംഗമായിരുന്ന ഒരാൾ നമ്മുടെ ടീമിലേക്ക് വരുമ്പോൾ എത്രത്തോളം ടീമിലൊരു വലിയ മുതൽക്കൂട്ടാവും? കാരണം വിഷ്ണുവിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് ഹി ക്യാൻ ഡു, ആ ഒരു ഗിവൻ ഡേയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിലെ ഒരു ഫാസ്റ്റസ്റ്റ് 100 നമ്മൾ കണ്ടു, ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ 6 അടിക്കുന്ന ഒരു പ്ലെയറും കണ്ടു. അപ്പം ഞാനും വിഷ്ണുവും കുറേ വർഷങ്ങളായിട്ട് കൂടെ കളിക്കുന്ന ഒരു പ്ലെയർ നമ്മൾ കളിച്ചിട്ടുണ്ട് കേരള ടീമിൽ. അപ്പം അടുത്തറിയുന്ന ഒരു പ്ലെയർ കൂടെയാണ്. അപ്പം എനിക്കും വളരെ സന്തോഷമാണ് എൻ്റെ ടീമിൽ വിഷ്ണു വിനോദ് കളിക്കുന്നത്. പുതിയ സീസണിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ടീമിലുണ്ടായിരുന്ന കുറേ താരങ്ങളെ ഒരു 12 പേരെ കിട്ടി. പുതിയ ആളുകളെയും കൂടി ടീമിലേക്ക് വരുമ്പോൾ അഖിൽ MS അടക്കമുള്ള ആളുകൾ വരുന്നു. പുതിയൊരു കോമ്പിനേഷൻ ടീമിൻ്റെ ഇതുവരെയുള്ള പ്രാക്ടീസ് അതെങ്ങനെയുണ്ട്?
പ്രാക്ടീസ് നമ്മൾ ഒരു 5th തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ടീമായിട്ട് ഞാൻ ജോയിൻ ചെയ്തത് ഇന്നലെയാണ് വന്നത്. അപ്പോൾ ഇന്നലെ തൊട്ട് നമ്മൾ ഫുൾ ടീം നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ടീം ബോണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലരും പല ടീമിൽ കളിച്ചു വന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പോലെ നമ്മൾ എങ്ങനെയാണോ ആ ടീം നമ്മൾ കൊണ്ടുപോയത് അതുപോലെ നമ്മൾ ഈ വർഷവും അവരെയും നമ്മുടെ കപ്പലിലോട്ട് കയറ്റി നമ്മൾ ഒരുമിച്ച് സെയിൽ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ഈ യുവതാരങ്ങൾക്ക് KCL നൽകുന്ന പിന്തുണ അത് വളരെ വലുതാണ്. നമ്മൾ ആദ്യ സീസണിൽ വിഘ്നേഷ് പുതൂർ അവിടെ നിന്ന് മുംബൈ ഇന്ത്യൻസ് വരെ എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പം പല താരങ്ങളും പല ടീമിൻ്റെയും ട്രയൽസിന് പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ യുവതാരങ്ങൾക്ക് KCL നൽകുന്നൊരു ഓപ്പർച്യൂണിറ്റി അത് വളരെ വലുതല്ലേ? തീർച്ചയായും 100%. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പം ഒബ്വിയസ്ലി അത് ത്രൂ ഔട്ട് ഇന്ത്യ അല്ലെങ്കിൽ IPL ഡിഫറെൻറ്റ് സ്കൗട്ട്സ് അത് വാച്ച് ചെയ്യുകയും ഇപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം വിഘ്നേഷ് പുതൂരിന് കിട്ടിയ പോലെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈവൻ മൈ കേസ് ഓൾസോ എനിക്ക് അതുപോലെ തന്നെയായിരുന്നു. ആ ഒരു കേസിൽ എന്ന ഓപ്പർച്യൂണിറ്റിയിലാണ് ഞാനും IPL തിരിച്ചെത്തിയത്. അപ്പോൾ അത് കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു പ്രതീക്ഷയാണ്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനൊരു റിട്ടേൺ കിട്ടും എന്നുള്ളൊരു രീതിയിലുള്ളൊരു കാര്യം. അപ്പോൾ അത് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പം ഡിഫറെൻറ്റ് ടീമിൽ, കാരണം നമ്മുടെ ഒരു ഓൾമോസ്റ്റ് ഒരു 100+ കുട്ടികൾക്ക് നമ്മൾ ഈ KCL വഴി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ്. അപ്പോൾ അതവർ എടുക്കേണ്ടത് നമ്മുടെ 2 കൈ നീട്ടി സ്വീകരിക്കുമ്പം തീർച്ചയായിട്ടും അവരുടെ വലിയ ഹൈറ്റ്സ് അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്തവണ സഞ്ജു സാംസൺ KCL കളിക്കാൻ എത്തുന്നുണ്ട്. ഇന്ത്യൻ ടീമിൽ കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നുണ്ട്. അത് KCLന് നൽകുന്നൊരു എക്സ്പോഷർ അത് വളരെ വലുതല്ലേ? ശരിക്കും അത് തന്നെയാണ്. കാരണം എക്സ്പോഷേഴ്സ്, കാരണം സഞ്ജു കൂടെ വരുമ്പോഴത്തേക്കും, കാരണം ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും ഇത് കാണും. കാരണം സഞ്ജുവും ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ്, RRൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ്. അപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഇത് കാണുകയും അതുവഴി ഈ ടൂർണമെൻറ്റിലെ പ്ലേയേഴ്സിന് കിട്ടുന്ന നേരത്തെ പറഞ്ഞ പോലെ എക്സ്പോഷർ കുറച്ചുകൂടെ ഹൈ ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്തോരമാണ് നമ്മുടെ ടൂർണമെൻറ്റ് സക്സസ്ഫുൾ ആയത്. ഈ വർഷം കുറച്ചും കൂടെ അത് ഒരു ഹൈറ്റ് മുകളിൽ പോകുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പുതിയ സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ആരാധകരോട് എന്താ പറയാനുള്ളത്? സെയിം നമുക്ക് കിട്ടിയ സപ്പോർട്ട്, കഴിഞ്ഞ കൊല്ലം കിട്ടിയ സെയിം സപ്പോർട്ട് നമ്മുടെ കൊല്ലം സെയിലേഴ്സിനും നമ്മുടെ KCLനും തരണം. കാരണം മാക്സിമം ആൾക്കാർ നമ്മുടെ ഗ്രൗണ്ടിലോട്ട് വരണം. ഈ ഒരു ടൂർണമെൻറ്റ് വൻ വിജയമാക്കി തരണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ എന്തായാലും ഇത്തവണയും എല്ലാവിധ വിജയാശംസകളും. അപ്പോൾ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് ഏരീസ് കൊല്ലം സീരീസിൻ്റെ നായകനായിട്ടുള്ള സച്ചിൻ ബേബിയാണ്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം നിഖിൽകുമാർ, ജനം. താമരശ്ശേരിയിൽ 9 വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് കോഴിക്കോട് ജില്ല. ആശങ്ക വേണ്ടെന്നും അതീവ ശ്രദ്ധ വേണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതിനകം അമീബിക് ജ്വരം ബാധിച്ച് മരിച്ച കേസുകളിൽ 4 കോഴിക്കോടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശിവദാസ് കന്മനം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ കോഴിക്കോട് നിലനിൽക്കുന്നത്. കാരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കുട്ടി മരിച്ച സംഭവത്തിൽ വളരെ വലിയൊരു ജാഗ്രത അവിടെ പുലർത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഭയം വേണ്ട, അതീവ ശ്രദ്ധയാണ് ചെലുത്തേണ്ടതെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തേക്ക് വിടുന്ന നിർദ്ദേശം, അല്ലേ? തീർച്ചയായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2 ദിവസം മുൻപാണ് കോഴിക്കോട് താമര സ്വദേശിനിയായ 9 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കഴിഞ്ഞ കുറച്ച് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ഈ പെൺകുട്ടി ചികിത്സ തേടിയിരുന്നത്. പനി ബാധിച്ചായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആദ്യം താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചു. അതിനുശേഷം അവിടെ നിന്നും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് മരണകാരണം എന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ കോഴിക്കോട് ജില്ല അല്പം ആശങ്കയിൽ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം മാത്രം ഇവിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 4 പേരാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അതീവ ജാഗ്രതാ നിർദ്ദേശം DMO നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു മഴക്കാലം കൂടിയാണ്. പല ഇടങ്ങളിലും ആളുകൾ കുളങ്ങളിലേക്കൊക്കെ കുളിക്കാൻ പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ കുളിക്കാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. കൃത്യമായ ജാഗ്രതയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് വേണം എന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. കുടിക്കുന്ന വെള്ളം പോലും അത്തരത്തിൽ കൃത്യമായി തിളപ്പിച്ച ആറിയ ശേഷം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി മരിച്ച താമരശ്ശേരി ഭാഗങ്ങളിൽ കൂടുതലായി ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷം 5 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. അതിൽ തന്നെ 4 പേരും മരിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇതാണ് ഏറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ദേവിക. ശരി ശിവദാസ്.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്നാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ആരോപണങ്ങളിലും ഇന്ന് മറുപടി നൽകും. രാഹുൽ ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര ആരംഭിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുന്നത്. ആരോപണങ്ങൾക്ക് രേഖാമൂലം പരാതി നൽകാൻ രാഹുലിനോട് നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്നാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം മാത്രമല്ല ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയാണ്. നമുക്കറിയാം, കൃത്യമായി നിരന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് രേഖാമൂലമുള്ള പരാതി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും രാഹുൽ ഇതുവരെയും അതിന് വിസമ്മതം അറിയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിക്കാൻ സാധ്യതയുള്ളത്? 3 മണിക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, കൂടാതെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നിവയോടൊപ്പം തീർച്ചയായും രാഹുലും കോൺഗ്രസും ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം മാധ്യമങ്ങളുടെ ഭാഗത്തും അത്തരത്തിലുള്ള ചോദ്യമുണ്ടാകും. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളുകൾ പ്രഖ്യാപിക്കുന്നതിനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നൽകാനുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാറുള്ളത്. നിലവിൽ ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപനത്തിന് സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുലും കോൺഗ്രസും ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പരക്കെയുള്ള ആരോപണമാണ് രാഹുൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടർ പട്ടികയ്ക്കെതിരെയും ഉന്നയിച്ചത്. മഹാരാഷ്ട്രയിലും കർണാടകയിലും ഹരിയാനയിലും എല്ലാം തന്നെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ട് വ്യാജ വോട്ടുകൾ ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി വോട്ട് മോഷ്ടിച്ചു എന്ന ആരോപണമാണ് രാഹുൽ നടത്തിയത്. ഈ ആരോപണങ്ങളിൽ രേഖകൾ ഉണ്ടെങ്കിൽ, അതായത് രാഹുൽ അവകാശപ്പെട്ടത് കഴിഞ്ഞ 6 മാസം കോൺഗ്രസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതും നോട്ടീസ് നൽകിയതും അത്തരത്തിൽ തെളിവുകളും രേഖകളും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പുകൾ ഹാജരാക്കൂ, രേഖാമൂലമുള്ള പരാതി നൽകൂ, സത്യവാങ്മൂലം നൽകും. ഈ വിഷയം വിശദമായി അന്വേഷിക്കേണ്ട ഗൗരവമുള്ള വസ്തുതയാണ്, അല്ലെങ്കിൽ ഗൗരവമുള്ള വിഷയമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും ഹരിയാനയിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നിരന്തരം രാഹുലിന് നോട്ടീസ് നൽകി. എന്നാൽ രേഖാമൂലം ഒരു പരാതിയും ഉന്നയിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് കോടതിയെ പോലെ തെളിവുകൾ ചോദിക്കുന്നത് എന്ന ന്യായീകരണമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം ഇന്നത്തെ വാർത്താ സമ്മേളനം അറിയിച്ചതിന് ശേഷം ഇന്നലെ രാത്രി ഒരു നിർണായക വാർത്താക്കുറിപ്പ് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു. അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഏറ്റവും ലളിതമായ കാര്യം, രാഹുൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വാർത്താക്കുറിപ്പിൽ ഒരു മറുപടി നൽകിയത്, വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉചിതമായ അവസരവും ആവശ്യമായ സമയവും രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാറുണ്ട്. എന്നാൽ അത്തരത്തിൽ ഒരു സമയവും ഉപയോഗിക്കാതെ ഇപ്പോൾ എന്തിനാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത്. അതായത് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും മുൻപ് വോട്ടർ പട്ടികയുടെ കരട് രൂപം പുറത്തിറങ്ങുമ്പോൾ അത് സ്ഥാനാർത്ഥിക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭ്യമാകും. അത് ബൂത്ത് തലത്തിലേക്ക് വരെ എത്തും. അത് പരിശോധിക്കുന്നതിനും ആ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിലും അത് ഉന്നയിക്കുന്നതിന് ആവശ്യമായ സമയം നൽകും. പിന്നീട് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കും. അതും രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും നൽകും. പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും, അതായത് വോട്ടെടുപ്പിൻ്റെ സമയത്തും വോട്ടെടുപ്പ് കഴിഞ്ഞ് നിശ്ചിത സമയത്തും രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവസരമുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ ആരോപണം ഉന്നയിക്കുകയാണ് രാഹുൽ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇന്ന് ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര രാഹുലും തേജസ്വി യാദവും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരംഭിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് വൈകിട്ട് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായകമായ വാർത്താ സമ്മേളനം. കമ്മീഷൻ എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും, രാഹുലിന്റെ ആരോപണങ്ങൾക്ക് ഏത് രീതിയിൽ മറുപടി നൽകും എന്നുള്ളത് കാത്തിരിക്കേണ്ടതാണ്. ദേവിക. ശരി ജിഷ്ണു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഭാരതീയനെന്ന ചരിത്രം കുറിച്ച് ശുഭാംശു ശുക്ല ഭാരതത്തിലെത്തി. ഡൽഹിയിലെത്തിയ ശുഭാംശുവിനെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും ചേർന്ന് സ്വീകരിച്ചു. ജന്മനാടായ ലഖ്നൌവിലേക്ക് തിരിക്കും മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശുഭാംശു സന്ദർശിക്കും. ഈ മാസം 23 നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളിൽ ശുഭാംശുവും ഭാഗമാകും. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി 18 ദിവസം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ ശേഷം ജൂലൈ 15 ശുഭാംശു ഭൂമിയിൽ മടങ്ങിയത്. റഷ്യയുമായുള്ള സംഘർഷത്തിൽ താൽക്കാലിക വെടിനിർത്തലല്ല, പകരം ശാശ്വത സമാധാന ധാരണയ്ക്ക് തയ്യാറാകണമെന്ന് യുക്രൈനോട് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ തലവന്മാരുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രംപ് ഇക്കാര്യം സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. പുടിൻ ട്രംപ് കൂടിക്കാഴ്ച സംബന്ധിച്ച് നാറ്റോ സെക്രട്ടറി ജനറലുമായും ചർച്ച നടത്തിയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്.
ഐസൻ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും കൂടി. ദേവിക, നാളെ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച ട്രംപ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് തിങ്കളാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏറ്റവും നിർണായകമായ ഒരു സംഭവ വികാസം എന്ന നിലയിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു നിലപാട് അറിയിക്കൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ശാശ്വതമായ ഒരു സമാധാനത്തിനുള്ള ഒരു ദീർഘകാല സമാധാന ധാരണയാണ് ഉണ്ടാകേണ്ടത്, താൽക്കാലിക വെടിനിർത്തലല്ല എന്ന സന്ദേശം വളരെ കൃത്യമായി അദ്ദേഹം നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് യുക്രൈനെ പിന്തുണച്ച രാജ്യങ്ങളുമായും ചർച്ച ചെയ്യുകയും അതിന്റെ നേതാക്കളുമായി ടെലിഫോണിൽ ചർച്ച ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് ഈ നിലപാട് അറിയിച്ചത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നാറ്റോ സഖ്യത്തിന്റെ അധ്യക്ഷനുമായും അദ്ദേഹം കൂടിക്കാഴ്ച ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും അറിയിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ നാളെ നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് ശേഷം പുടിനുമായുള്ള കൂടിക്കാഴ്ച, അതായത് പുടിനും സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുമെന്നും അദ്ദേഹം പറയുന്നു. പുത്തൻപുലരി പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.